എല്ലാവർക്കും നമസ്കാരം. സുലാൻ പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാഹുൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പോസ്റ്റ് ഉണ്ണി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡാവ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൻ. അപ്പോ അമൻ കേൾക്കില്ലേ? കേൾക്കാം. അപ്പൊ നമ്മളെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് രാഹുൽ ബ്രോ. യെസ്, അതെ. നമ്മൾ സുലാൻ പോഡ്കാസ്റ്റിന്റെ തുടക്കം. ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ എന്താണ് ജനങ്ങൾക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? പോഡ്കാസ്റ്റിൽ നമ്മുടെ പല കാര്യങ്ങളിലും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ മിഷൻ എന്താണ്, നമ്മളൊക്കെ ഒരു നല്ലൊരു വിഷൻ ഉണ്ട്, നല്ലൊരു സൊസൈറ്റിനെ വാർത്തെടുക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അതെ അതെ. രാഹുൽ ബ്രോന്റെ സ്ഥലം എവിടെയാണ്? ഞാൻ മണ്ണാർക്കാടാണ്, പാലക്കാട് മണ്ണാർക്കാട്. അഭിഷേക് ഉണ്ണിയോ? ഞാനും മണ്ണാർക്കാടാണ്. ഞാനും രാഹുലും കസിൻസ് ആണ്. ഡാവ്? നമ്മൾ തൃശ്ശൂരാണ്. ഞാൻ പാലക്കാട് ചെറുപ്പശ്ശേരിയാണ് ഞാനും. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഓരോ കേരളത്തിലെ പല പല കേരളത്തിലെന്നല്ല, ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ പല പല ഭാഗത്തുമുള്ള ടോയ്ലറ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് രാഹുൽ ബ്രോ മണ്ണാർക്കാടിലെ ശൗചാലയങ്ങളെ കുറിച്ച് എന്താണ് രാഹുൽ ബ്രോ പറയാനുള്ളത്? മണ്ണാർക്കാട് അങ്ങനെ ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിൽ മറ്റും ടോയ്ലറ്റുകൾ ഉണ്ട്, എന്നാൽ കൂടി അതൊന്നും അത്ര അത്രയ്ക്ക് നമ്മൾക്ക് അങ്ങനെ വൃത്തിയുണ്ട് എന്നാൽ കൂടി സൂക്ഷിക്കുന്നില്ല. ഇല്ല. അതെ. തൃശ്ശൂരിലെ ശൗചാലയം കുറിച്ച് എന്താണ് ഡാവിന് പറയാനുള്ളത്? തൃശ്ശൂര് ഞാനങ്ങനെ അധികം ഇതില് പോയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വൃത്തിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റെ വീട്ടിലെ ശുചിമുറിയെ പറ്റുള്ളൂ. ഇവിടെ ഞാൻ ചെർപ്പളശ്ശേരിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ചെർപ്പളശ്ശേരിയിൽ ഞാൻ കണ്ടിരിക്കുന്ന ആകെ ഒരു പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയാനുള്ളത് ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മണം കാരണം നമുക്ക് കയറാൻ പോലും പറ്റില്ല. അവിടെ നമുക്ക് മൂത്രമൊഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ മലവിസർജനം സാധിക്കില്ല. അങ്ങനെ നാറ്റമാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇപ്പോൾ പെരിന്തമണ്ണ പറയുകയാണെങ്കിൽ, പെരിന്തമണ്ണ ഐഷ കോംപ്ലക്സ് പറയുന്ന സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ടോയ്ലറ്റ് എല്ലാവർക്കും പബ്ലിക്കാണ്. അത് പക്ഷെ ആ കോർപ്പറേഷൻകാർ അവർ ഫുൾ വൃത്തിയാക്കും. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് വന്നിട്ട് അവരൊന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. പെരിന്തൽമണ്ണയിലുള്ള ശുചിമുറികളെല്ലാം പെരിന്തമണ്ണയിൽ ഇനി അവിടെ ഇല്ലെങ്കിലും നമുക്ക് മാർക്കറ്റ് സിറ്റി മോൾ ഉണ്ട്, അതിനകത്തും ഉണ്ട്. പിന്നെ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലെ കോംപ്ലക്സിനും എല്ലാം. അതിലും മൂസക്കുട്ടി ചെറുപ്പശ്ശേരി വെച്ച് നോക്കും, മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് വേ ബെറ്റർ ആണ് ഞാൻ പറയും. കാരണം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു മണവും അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഗുണമാണ്. അത് അവിടുത്തെ കോർപ്പറേഷൻ ഒരു കൈയടി അർഹിക്കുന്നുണ്ട്. ഇപ്പോ ഡാവ് പറഞ്ഞ മാതിരി ഈ പുറത്തിറങ്ങുമ്പോ നമുക്ക് ഈ ചില ബാത്റൂമുകളിൽ കയറാൻ അറപ്പ് വരും. നമ്മളെ വീട്ടിലെ ഒരു ശീലം നമുക്കത് വീട്ടിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പുറത്ത് എവിടെയും കിട്ടില്ല. പക്ഷെ അതിന് നമുക്ക് കോർപ്പറേഷൻ മാത്രം നമുക്ക് കുറ്റം പറയാൻ പാടില്ല. അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രശ്നം. ഉപയോഗിക്കുന്ന ആൾക്കാരും കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ നോക്കുകയാണെങ്കിലും എത്രങ്ങാനും ട്രെയിനിൽ നമുക്കൊന്നും കേറാൻ പറ്റൂല. ഏറ്റവും മോശം ട്രെയിനുകളിലെ ബാത്റൂമുകളാണ്. അതെ അതെ. ട്രെയിനുകളിലെ ബാത്റൂമുകൾ മാത്രമല്ല, അതിൽ കേറുന്ന പലരും മോശക്കാരാണ്. ട്രെയിനിൽ കേറുന്ന പല രണ്ടും കെട്ട കുറെ മനുഷ്യന്മാരുണ്ട്. അത് മനുഷ്യന്മാർ തന്നെയാണോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. അതെ 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 അതെ. ട്രെയിനിന്റെ ഉള്ളിൽ ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു മണം ഉണ്ടാവും. അത് റെയിൽവേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ പ്രശ്നമാണ്, കംപ്ലീറ്റ്ലി ജനങ്ങളെ പ്രശ്നമാണ്. അവർക്ക് എന്തുമാവാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. ഞാനിപ്പോ കാര്യം പറഞ്ഞാൽ ചിലപ്പോ എന്നെ ഒരു റേസിസ്റ്റ് ആയിട്ടൊക്കെ കണ്ടേക്കാം, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതലും ഈ നോർത്ത് ഇന്ത്യക്കാരാണ് ഇത് ഇത്രയും വൃത്തികേടാക്കുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർ മാത്രമല്ല, മലയാളീസും ഉണ്ട്. കാരണം പറഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യക്കാർ മാത്രം എന്ന് പറഞ്ഞിട്ടില്ല, കൂടുതലും നോർത്ത് ഇന്ത്യക്കാരാണ്. അതെ, അത് റെയിൽവേ ശ്രദ്ധിക്കണം. ഞാനിപ്പോ അടുത്തൊരു കുറച്ച് ദിവസമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ, ഈ റെയിൽവേ സ്റ്റേഷനിൽ പോലീസൊക്കെ ഭയങ്കര നല്ല രീതിയിൽ എല്ലായിടത്തും എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് നല്ല രീതിയിൽ താക്കീത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ട്രെയിനിന്റെ ഉള്ളിൽ ആരുമില്ല. ഒരു TTR മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും ടിക്കറ്റ് കളക്ട് ചെയ്യാനും
ആൾക്കാരെ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കാനൊക്കെ. പക്ഷെ ട്രെയിനിനുള്ളിലും ഇതേപോലൊരു സെറ്റപ്പ് വന്നാൽ എന്തായിരിക്കും നല്ലൊരു സംഭവമായിരിക്കും. നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു കാര്യമാണ് അത്. നമ്മള് റെയിൽവേ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സേഫ്റ്റി കാര്യം വളരെ തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. സേഫ്റ്റി നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് സാധനമാണ് യാത്ര ചെയ്യുമ്പോ. നമ്മൾ കുറെ കേട്ടിരിക്കുന്നു റെയിൽവേ ട്രാക്കിൽ ആൾക്കാർ വീണ് മരിക്കുന്ന കുറെ വാർത്തകൾ. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കേരളമാണ് ഇത്തിരി ബെറ്റർ വൃത്തിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഡെഫിനറ്റ്ലി ഏറ്റവും ലിവിങ് ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേരളമാണെന്നാണ് ഞാൻ പറയും. കേരളത്തിൽ മാത്രമാണ് ആ ഒരു ബാക്കിയുള്ള സ്ഥലത്ത് നിന്നും കമ്പാരിറ്റീവ്ലി ഒരു വൃത്തിയും അത് ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളതിന്റെ ഗുണം തന്നെയാണ്. സംസ്കാരം മാത്രമല്ല, പഠനം, വിവരം, ബോധം, ബുദ്ധി, എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം വേറെയാണ് ബ്രോ. വിദ്യാഭ്യാസവും വൃത്തിയും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. വിദ്യാഭ്യാസമല്ല, വിവരം. കോമൺ സെൻസ് ഔചിത്യമാണ് മിസ്റ്റർ. അതന്നെ ഔചിത്യം. ഇപ്പോൾ ട്രെയിനിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് സ്ഥിരമായിട്ട്. ബാക്കിയുള്ള ട്രാൻസ്പോർട്ടുകൾ ആക്സിഡന്റ് ഒഴികെ അല്ലാതെ ഒരു എന്താ പറയാ അൺനാച്ചുറൽ ആയിട്ടുള്ള ആക്സിഡന്റുകൾ വരുന്നത് ട്രെയിനിലാണ്. ഒരാളുടെ ഇങ്ങനത്തെ സേഫ്റ്റി പ്രശ്നങ്ങളും മറ്റും കാരണമാണ്. വൃത്തിയില്ലായ്മ അല്ല, എന്നാൽ കൂടി അങ്ങനെ ഒരാൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വകുപ്പ് വേണമെന്നാണ്, ഒരു സ്ക്വാഡ് പോലെ എല്ലാ ട്രെയിനും വെക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്യുന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ അത്. ഇപ്പൊ അതല്ല രാഹുൽ ബ്രോ, ഇപ്പൊ നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ കണ്ടില്ല, എത്രങ്ങാനും ഒരു ഫ്ലൈറ്റ് അറ്റൻഡർമാരുണ്ട് ഒരു ഫ്ലൈറ്റിൽ. ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും. അതൊരു ചെറിയ ഫ്ലൈറ്റിൽ അത്രയും ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു വലിയൊരു ട്രെയിനിൽ ആകെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരാൾ ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇപ്പൊ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചൈനയും കൊറിയയിലൊക്കെ പോലെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യം ഒരു ബാരിയർ ഉണ്ടാവും. അപ്പോൾ ആ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അത് തുറക്കുക, എന്നിട്ടാണ് ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ അപകടം കുറെ ഒഴിവാകാൻ സാധ്യതയുണ്ട്. അതേപോലെ കാര്യത്തിൽ ഇന്ത്യ വളരെ പുറകോട്ടാണ്. വളരെ പുറകോട്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളില് ട്രെയിൻ കയറുന്ന മുന്നിൽ ഒരു ചെക്കിംഗ് നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ലഹരികളാണ് ആൾക്കാർ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. എന്തൊക്കെയായാലും അതിനൊരു പരിധി ഉണ്ട് അമനീസ്. എത്രയോ ആൾക്കാരാണ് ആ ട്രെയിനിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ബാഗ് ഒരു സമയം വൃത്തിയാക്കാനോ ചെക്ക് ചെയ്യാനോ, ചിലപ്പോൾ ട്രെയിൻ കയറുന്നതിന്റെ തൊട്ട് മുൻപായിരിക്കും ചിലരൊക്കെ കയറുക. അപ്പോൾ അത് എല്ലാവരുടെയും പക്ഷെ അതന്നെ രാഹുൽ പറയുന്ന ആൾക്കാര് ആ രീതി മാറ്റിട്ട് ഈ ഒരു രീതിയിൽ വരണം. ലഹരിയൊക്കെ എല്ലാവരുടെയും ബാഗൊക്കെ ചെക്ക് ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞ പണിയാണ്. ഇപ്പൊ ആയുധങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഡിറ്റക്ടറോ ഇല്ലെങ്കിൽ അങ്ങനത്തെ മറ്റേ സംഭവത്തെ ബാഗൊക്കെ നമ്മൾ ഈ ബെൽറ്റിലൊക്കെ കണ്ടിട്ടില്ല നമ്മള് മെട്രോയിലൊക്കെ വരുമ്പോ അതേമാതിരി അതേപോലെ ഒരു ബോഡി ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യല്ല, അതായത് ഫുൾ ചെക്കപ്പ് ചെയ്യാൻ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കേരളത്തിൽ എത്ര സ്റ്റേഷനുകളുണ്ട് അത് നിങ്ങൾ ആലോചിക്കൂ. എല്ലാ സ്റ്റേഷനിലും ഇതുപോലൊരു പദ്ധതി നമുക്ക് തുടങ്ങുക എന്ന് പറയുന്നത് അത് ഇംപ്രാക്ടിക്കലാണ്. ഓക്കെ, പക്ഷെ ഡാവ് ബ്രോ ഞാൻ പറയാൻ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പക്ഷെ അത് പ്രായോഗികമല്ല. പക്ഷെ അങ്ങനെ വെക്കുന്നതിൽ എത്ര ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ വെക്കുമ്പോൾ എത്രങ്ങാനും ആളുകൾക്ക് ജോലികൾ കിട്ടും. അതുപോലെ നമ്മൾ നോക്കാം. അതെ, ഈ നമ്മുടെ നാട്ടിലിപ്പോ ബിടെക് കഴിഞ്ഞവർ പലരും ജോലിയില്ലാതെ നടക്കുന്നു, ബികോം കഴിഞ്ഞവർ ജോലിയില്ലാതെ നടക്കുന്നു. ഈ ഒരു എക്സാം എന്തെങ്കിലും എഴുതിയിട്ട് ഇതേപോലെ ഇതിന് ഒരു സ്കോർ വളരെ നല്ലത്. നമുക്ക് എക്സാമും നിർബന്ധമുള്ളൊരു കാര്യമല്ല, ജസ്റ്റ് ട്രെയിനിങ് മാത്രം കിട്ടിയാൽ മതി. ഇപ്പൊ എന്തിനും ഗവൺമെന്റ് എന്തില് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാം എഴുതണ്ടേ? അത് വേണം, പക്ഷെ ഈ ജോലികൾക്ക് എക്സാം വേണമെന്ന് ഞാൻ പറയുന്നില്ല. എക്സാം ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരാളെ ഇതിലേക്ക് ട്രെയിനിങ് അതിനാണ്. അത് ഈ ട്രെയിനിങ്ങിനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാം. അല്ലാതെ ഭയങ്കര പഠിപ്പുള്ള ഈ
എക്സാം അങ്ങനത്തെ എക്സാം അല്ല ഞാൻ എനിക്ക് പറയുന്നത്. എങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് നമ്മൾ ബുദ്ധിമുട്ടിയ ഇപ്പൊ പഠിപ്പുള്ളവരെ അല്ല ഇങ്ങനത്തെ ജോലികൾക്ക് പ്ലസ് ടു വിളിക്കേണ്ടത്. ഡ്രോപ്പ് ആയൊരു പ്ലസ് ടു അതെ അതെ അതെ, അതാണ് കുറെ കൂടി നല്ലത്. 18 വയസ്സ് ആയ കുട്ടികൾ, അത് കുട്ടികളല്ല, പ്ലസ് ടു തോറ്റവരോ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഇപ്പോ ജസ്റ്റ് 10, പാസ്സുള്ളവരോ 25 അഡ്മിഷൻ വയസ്സായിട്ട് കിട്ടാത്തവരോ, ബിടെക് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടാത്തവര്, കോളേജ് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടാത്തവര്, അങ്ങനത്തെ കുട്ടികളെ, യുവജനങ്ങളെയാണ് നമ്മൾ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നടത്തേണ്ടത്. അല്ലാണ്ട് എക്സാം എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് അങ്ങോട്ട് എക്സാം ചിന്തിക്കണ്ട. നടത്തുന്നത്? അവിടെ എക്സാം ഇല്ലാണ്ട് എങ്ങനെയാണ് ഇപ്പൊ ഇതിനിപ്പോ ആൾക്കാര് ഈ 10 പേരെ സെലക്ട് ചെയ്ത് 10 എടുക്കണേ? പേരെ സെലക്ട് ചെയ്യുന്നു. 10 പേരെ സെലക്ട് ചെയ്യുന്നു. അതിൽ അവർക്ക് ജോലി എന്താ ചെയ്യേണ്ടതെന്ന് അത് പറഞ്ഞു കൊടുക്കുന്നു. ഈ ആ 10 പറഞ്ഞു പേര് കൊടുക്കുന്നതിൽ മാത്രമാണ് ഒരു ജോലിക്ക് ഏറ്റവും വേണ്ടിയിട്ട് നന്നായി അപേക്ഷിച്ച് ജോലി വരുള്ളൂ. ചെയ്യുന്ന ഞാൻ പറയട്ടെ അതിൽ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന 2-3 പേരെ സെലക്ട് ചെയ്യുക. അതാണ് ഉചിതമായ തീരുമാനം. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ എക്സാമുകൾ വെക്കുന്നു, പഠിക്കാൻ കുറെ സമയം, ഒരു തവണ എക്സാം എഴുതുന്നു, തോൽക്കുന്നു, പിന്നെ വീണ്ടും അതിനു വേണ്ടി ഒരു വർഷം ട്രൈ ചെയ്യുന്നു. ഞാൻ പറയട്ടെ ഒരു ജോലി വേക്കൻസി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് 1000 പേര്, എത്ര ആൾക്കാർ അതിന് വേണ്ടി അപ്ലൈ ചെയ്യും? ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് ഇതിന്നൊരു 10 ആൾക്കാർ കിട്ടുള്ളൂ വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഈ ട്രെയിനിങ് ഒക്കെ ചെയ്തത് എന്തിനാണ്? ഈ 10 ആളെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യം എന്താണ്? ട്രെയിനിങ് കൊടുക്കണല്ലോ. അതിലിപ്പോ ഇത്ര ഒരു 10-20 പേർക്കല്ലേ ജോലി കിട്ടുള്ളൂ. അപ്പൊ പിന്നെ 1000 പേർക്കും ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. 1000 പേരെ നമ്മൾ ട്രെയിനിങ്ങിന് വിളിക്കുന്നില്ലല്ലോ. ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. ഒരു എക്സാം നടത്തുക, എന്നിട്ട് അതിൽ പാസ്സാവുന്നവരെ ട്രെയിനിങ് നടത്തിയിട്ട് അതിൽ കുറച്ച് ആൾക്കാരെടുത്തിട്ട് ഇതിന് വെക്കാന്നാണ് കാരണം ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാരെയും പിടിച്ച് ട്രെയിനിങ്ങിന് കൊണ്ടുപോകാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഞാൻ യോജിക്കും. ബ്രോ ഇവിടെ 199 റെയിൽവേ സ്റ്റേഷനുകളുണ്ട് കേരളത്തിൽ. ഓക്കെ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു 6 പേരെ നമ്മൾ എന്താ പറയുക സ്ഥിരമായി ജോലിക്ക് നിർത്താൻ നിയമിക്കുകയാണെങ്കിൽ ഒരു 12 പേരെ ട്രെയിനിങ്ങിൽ നിർത്തുക. ആ 12 പേരിൽ നന്നായി ജോലി ചെയ്യുന്ന 6 പേരെ അവിടെ വെക്കുക. 6 പേരെ 6 മാസത്തിന് ശേഷം പിരിച്ചുവിടുക. 12 പേരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യണേ? 12 പേരെ സെലക്ട് ചെയ്യാൻ ആ റെയിൽവേ സ്റ്റേഷൻ അരികിൽ വീടുകളുള്ളവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവരുണ്ടാവുമല്ലോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ പരീക്ഷ വെക്കുന്നത്? എന്തിനാണ് പഠിക്കാൻ വേണ്ടി കുട്ടികളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? എന്തിനാണ്? എന്റെ പരീക്ഷ എന്നുള്ള സാധനത്തിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ പ്രശ്നം. പരീക്ഷ എന്തിനാണ്? ഈ പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ സമയം നമ്മൾ വിടുക. അത് ഗവൺമെന്റിന്റെ ഡിസിഷൻ ആണ്. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളാണ് പറയേണ്ടത്. യുവജനങ്ങൾ പ്രതികരിക്കണം. അതെ, യുവജനങ്ങൾ പ്രതികരിക്കണം. അത് ഞാൻ പറയുന്നു. പക്ഷെ ഈ പരീക്ഷ എഴുതേണ്ട ആവശ്യം എന്ത്? ഇപ്പോ ഡാവ് പറഞ്ഞ മാതിരി 199 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേരളത്തിൽ. അതിൽ ഒരു 12 ഒരു റെയിൽവേ സ്റ്റേഷനിൽ 12 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ 12 ആൾക്കാരെ വെക്കുക ഈ സ്കോഡായിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2366 ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പൊ 2300 ആൾക്കാർക്ക് 2366 ആൾക്കാർക്ക് സമ്പാദിക്കാൻ തുടങ്ങും അവര്. അതൊരു നല്ലൊരു പദ്ധതിയല്ലേ? അതെ. പക്ഷേ അവരെ ജോലിക്ക് നിയമിക്കാനായി പരീക്ഷകൾ എഴുതി അവരുടെ സമയം കളയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടെത്താൻ അവരൊരു 2000 എത്ര ആൾക്കാരെന്ന് പറഞ്ഞേ? 2366 സംതിങ്. ഒരു 10,000 പേര് ഇതിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 2000 പേരെ സെലക്ട് ചെയ്യുന്നത്? ഇതിനൊരു ക്രൈറ്റീരിയ വെക്കണം. എത്ര വയസ്സ്? അതിനൊരു ക്രൈറ്റീരിയ വേണം. ക്രൈറ്റീരിയ എന്നാൽ ഒരിക്കലും അത് എക്സാം ആവരുത്. ഇങ്ങനെ ഒരു ഡിഗ്രി ഇല്ലാത്ത ഈ വയസ്സ് 10 പ്ലസ് 2 ഡ്രോപ്പ് പാസ്സായ ഇത് ജോയിനിങ് ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രി ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഡിഗ്രി ഇല്ലാത്ത, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത അങ്ങനത്തെ ആൾക്കാർ ഒരു ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും വെക്കണം. അല്ലാതെ ഇത്രയും കാലം വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ എവിടുന്നേലും ഇങ്ങനെ പിരിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള റീസൺ, അങ്ങനെ എന്തൊക്കെയുള്ള ആളെ വെക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു ഞാൻ യോജിക്കുന്നു. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഇപ്പൊ നമുക്കൊരു ഫിറ്റ്നസ് ലെവൽ ആളുകളെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? കാരണം നമ്മൾ സ്കോഡ് പോലെയല്ലേ നമ്മൾ
ഒരു ഉണ്ടാക്കുന്നത്. ഇന്റർവ്യൂ എന്നിട്ട് വെക്കണം അവർക്ക് ആ എന്തൊക്കെ യാ ഒരു അത് ഒരു അത് നല്ലൊരു സംഭവമാണ്. ഒരു ഞാൻ ഇന്റർവ്യൂ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തായാലും വേണ്ട പോലെ സാധനം തന്നെയാണ്. ഇന്റർവ്യൂ അല്ലാതെ കൂടെ ഓക്കെ, അത് ഞാനും ആ യോജിക്കുന്നു. രാഹുൽ ഈ ഒരു പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഈ ഒരു ജോലിക്ക് എത്രമാത്രം ശമ്പളം ഉണ്ടാവും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഒരു ഗവൺമെന്റ് ജോലിക്ക് ഈ ഒരു ജോലിക്ക് ഓക്കെ അതിനിപ്പോ ഇത്രയും ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ആ പരീക്ഷ എഴുതുന്നു ഒരാൾ അതെ 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 അതെ, പക്ഷെ അതാണ് ഞാൻ പരീക്ഷ വേണ്ട എന്ന് പറയുന്നത്. അതായത് ഒരു PSC പരീക്ഷയ്ക്ക് ഒരു ഗവൺമെന്റ് ഒരു വലിയ ഒരു സാലറി ഉള്ള ഒരു ജോബിന് പഠിക്കണ പോലെ ഈ ഒരു ചെറിയ ഈ ജോലിക്കൊന്നും ആരും പഠിക്കില്ല. മനസ്സിലായോ അഭിഷേക്? അതിനനുസരിച്ചിട്ടുള്ള എക്സാം ആണ് നടത്തേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള എക്സാം വേണ്ട. ആ 18 വയസ്സിന് ശേഷം +2 ഡ്രോപ്പ് ആയവരോ ഡിഗ്രി ഡ്രോപ്പ് ആയവരോ പാതിക്ക് വെച്ച് ജോലി നിർത്തേണ്ടി വന്നവരോ അല്ലെങ്കിൽ വല്ല പുറം ഡിഗ്രി നാടുകളിൽ ജോലി ചെയ്ത് ഒഴിവായി തിരിച്ചു വന്നവരോ ആണ് ഇവിടെ വേണ്ടത്. പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. ആൾക്കാരുണ്ടാവും വെച്ചിട്ടാ പഠിക്കാൻ അതന്നെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതന്നെ അഭിഷേക് ബ്രോ ഇന്റർവ്യൂ വെച്ച ആളുകളെ എടുക്കാൻ അതെ, ഇന്റർവ്യൂ വെക്കുന്നു. അതുപോലെ ഈ അമൻ അനീസ് പറഞ്ഞത് വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക്. ഫിറ്റ്നസ് ലെവലിന്റെ കാര്യം, അവർക്ക് ഓടാനും മെഡിക്കലി ഫിറ്റ് ചാടാനുമുള്ള ആയിട്ടുള്ള ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരെ നമുക്ക് വെക്കാം. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. എങ്ങാനും നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഒരാളുടെ കയ്യിൽ നിന്ന്, ഒരാളുടെ ബാഗിൽ നിന്ന് ലഹരിയോ അല്ലെങ്കിൽ ആയുധങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എങ്ങാനും ബാഗ് പിടിച്ച് ഓടാൻ നോക്കി കഴിഞ്ഞാൽ അയാളുടെ പിന്നാലെ ഓടിപ്പോയി പിടിക്കണം. യെസ്, അത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു ഗൺ ട്രെയിനിങ് കൊടുക്കാം, ആംസ് ട്രെയിനിങ് കൊടുക്കാം. ഈ ഡിഗ്രി ഇതൊക്കെ ഡ്രോപ്പ് ആയവർ അങ്ങനെ പഠിക്കാനോ മറ്റു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോയ്സ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇവര് ഇങ്ങനെ ഒരു എക്സാം നടത്താന്ന് വെച്ചാൽ അവര് അങ്ങനത്തെ ആൾക്കാർ എന്താണ് അപ്പൊ ഇങ്ങനത്തെ കുറെ ജോലി അവസരം കിട്ടുന്നതാണ് ഈ ഒരു സേഫ്റ്റി. അരോചകമായി പോകുന്നത്. അതെ, അത് ഞാൻ യോജിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സ്കോഡ് റെയിൽവേയിൽ വന്നാൽ അത് വളരെയധികം ഒരു നേട്ടമായിരിക്കും റെയിൽവേക്ക്. തീർച്ചയായും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. അതേപോലെ വേറൊരു ഇത് പറഞ്ഞ വൃത്തിയാക്കാൻ. ഇപ്പൊ ഞാൻ ഇപ്പൊ കാർത്തിക് സൂര്യന്റെ ഒരു വ്ളോഗ് കണ്ടിരുന്നു. കാർത്തിക് സൂര്യ ആസാമിലേക്ക് പോണ ഒരു വീഡിയോ. അതെ. അത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ട്രെയിനാണെന്ന് അതിൽ പറയുന്നുണ്ട്. അത് ലോങ്ങസ്റ്റ് ട്രെയിൻ. ലോങ്ങസ്റ്റ് ട്രെയിനും അതേപോലെ ഏറ്റവും വൃത്തികെട്ട ട്രെയിനും എന്ന് പറയണ്ടേ. ഏതാ ട്രെയിൻ? ആസാമുക്ക് പോണ ഏതോ ഒരു ട്രെയിൻ. ഏത് പേരറിയോ? കന്യാകുമാരിന്ന് ആസാമുക്ക് പോണ ഏതോ ട്രെയിൻ. അപ്പൊ അത് ഭയങ്കര വൃത്തികേടുമാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഈ പാൻ പരാഗി ട്രെയിനിന്റെ ഉള്ളിൽ വിൽക്കുന്നതാണ് ആദ്യം നിർത്തുന്നത് ഞാൻ പറയും. അത് നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവരവിടെ തുപ്പിക്കളയും. അത് എന്നിട്ട് സീറ്റിലും നെൽത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഞാൻ കേരളത്തിൽ അങ്ങനെ അത് കണ്ടിട്ടില്ല. കേരളത്തിൽ അത് ഉപയോഗിക്കുന്നവർ ഇന്ത്യയിലൊക്കെ വൃത്തി കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. കുറവാണ്, കേരളത്തിൽ അത് ഉപയോഗിക്കുന്നവർ കുറവാണ്. ഇപ്പോ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് അതിന്റെ കൺസംഷൻ അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അവരൊന്നും തുടർച്ചയായിട്ട് പുറം നാട്ടിൽ പോയി വരുന്നവരല്ല. ഒരു തവണ പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഇരുന്ന് കുറച്ചു കാലം കഴിഞ്ഞ് അങ്ങനെ പോയി വരുന്നവരാണ്. പ്രവാസികളെ അത് ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ പോയി വരുന്നവരുണ്ട്. അങ്ങനെയല്ല, അവരൊക്കെ ഒരു സീസണൽ ആയിട്ട് പോകുന്നവരാണ്. അവിടെ കൃഷിയുള്ള സമയത്ത് അവിടെ പോയി, അവിടെ കൃഷിയില്ലാത്ത സമയത്ത് ഇവിടെ പണിക്ക് വരുന്ന അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും കേരളത്തിൽ ജോലി ചെയ്യുന്നത്. എന്നാലും ബാക്കിയുള്ളവരും ഉണ്ട്, സ്ഥിരം പോയി വരുന്നവരും ഉണ്ട്. എന്നാലും കൂടുതൽ അങ്ങനെ. പിന്നെ കേരളത്തിലുള്ളവർക്ക് ട്രെയിനിനകത്ത് തുപ്പാനും അങ്ങനത്തെ ഇതിനൊക്കെ വളരെ അവർ മടിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അതിനെ പറ്റിയുള്ള ബോധവും ധാരണയും നല്ലോണം ഉണ്ട് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതേപോലെ ഇപ്പൊ ഞാൻ ട്രെയിനിൽ കണ്ടിരിക്കുന്ന പറഞ്ഞാൽ ബാത്റൂമുകൾ വൃത്തിയില്ലായ്മ എന്നാണ് മെയിൻ സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വട്ടം ബാത്റൂമിൽ കയറിയപ്പോ ആ ബാത്റൂമിൽ ഫുള്ള് ഇങ്ങനെ വെള്ളം, നമ്മളെ നെരിയാണി വരെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കിയിരിക്കും. അപ്പൊ ഞാൻ അന്ന് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ വേറൊരാളിങ്ങനെ ഇങ്ങനെ പോവും ബാത്റൂമിൽ. അപ്പൊ അയാൾ ഇങ്ങനെ ഏതിലും ഇങ്ങനെ കയറി വെക്കും. അപ്പൊ അയാൾ ഏറ്റവും വൃത്തിയിലേയിൽ അയാൾ പോവും. എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ വൃത്തിയിലേയിൽ കയറും. അങ്ങനെയായിരുന്നു ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ അന്ന് ബാത്റൂം. വൃത്തി ഉള്ളത് എന്നൊന്നുമില്ല, ഏറ്റവും വൃത്തികേടല്ലാത്തത് തമ്മിൽ വൃത്തിയുള്ളത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇനിയിപ്പോ ഇല്ല, തേർഡ് AC AC അല്ലെങ്കിൽ സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ ഒക്കെ പോവാണെങ്കിൽ വൃത്തി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ പിന്നെ അതേപോലെ വന്ദേ ഭാരത്
വന്ദേ ഭാരതിൽ നല്ല വൃത്തിയോടെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട് അതെ എന്നാണ്. എന്റെ ഒരു അത് എന്താന്ന് വെച്ചാൽ അതൊരു പുതിയ ട്രെയിനാണ്. അതിനൊരു മോശം പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബാഡ് ഇമേജ് ഉണ്ടാകും എന്നുള്ള ഒരു പേടി മുനിസിപ്പാലിറ്റിക്കും മറ്റ് മുനിസിപ്പാലിറ്റി അല്ല സംഘടനക്കാർക്കും അത് ഏത് സംഘടനക്കാർക്കും അതൊരു ഒരു ഒരു പെട്ടെന്നൊരു ഇത് പരക്കാനുള്ള ഒരു ഇത് സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രത്തിനുമുണ്ട്. ഉണ്ട്. അതുകൊണ്ട് അത് സെൻട്രൽ പെട്ടെന്ന് ഗവൺമെന്റ്, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് അല്ലേ? അതെ 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 അതെ. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ആ ഒരു സെറ്റപ്പിലേക്ക് ഇന്ത്യ മാറണം ഫുൾ സംഭവങ്ങൾ. അതേപോലെ എല്ലാ വന്ദേ ട്രെയിനും ഭാരത് അതേപോലെ നോക്കുന്നത് മെയിൻറ്റെയിൻ പോലെ ചെയ്യണം. എല്ലാ ട്രെയിനും മെയിൻറ്റെയിൻ ട്രെയിനും ചെയ്യണം. നോക്കണം. അതേപോലെ പാസഞ്ചേഴ്സിനായിട്ടൊരു വേറൊരു ടൈപ്പ് മെമ്മോമാരിയൊക്കെ ഉള്ള ട്രെയിനും വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊരു പാസഞ്ചേഴ്സ് ട്രെയിനും പിന്നെ ലോങ് റൂട്ടിന് പോകാൻ ഇപ്പൊ ആൾക്കാർക്ക് സ്പീഡിലെത്താൻ പറ്റുന്ന ഒരു ട്രെയിനുമാരും അങ്ങനെ ഓരോരോ കാറ്റഗറി ഇപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി നല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രീതിയിലാക്കണം എന്നാണ് എൻ്റെ ഒരു മെട്രോ അല്ലേ അഭിപ്രായം. കുറച്ചുകൂടെ നല്ലത്? എന്ത് കേട്ടില്ല? മെട്രോ എത്ര ദൂരം ഉണ്ടാവും? എത്ര ദൂരം ലിമിറ്റില്ല മെട്രോ ഇപ്പൊ എത്ര ദൂരം? അതേപോലെ മെട്രോ സ്ഥാപിത സിറ്റിയിലൂടെയാണ്. അപ്പോ അവിടെയുള്ള ട്രാഫിക്കും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഭയങ്കര ഒരു എല്ലായിടത്തും ഇല്ലല്ലോ. എല്ലായിടത്തും പോവാണെങ്കിൽ പറ്റിയത് ട്രെയിനല്ല. എല്ലാ ജില്ലയിലും കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒന്നാമത് ട്രെയിനുകളൊക്കെ പഴയ ഒരു ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പഴയതായതുകൊണ്ട് വലിയ ഇപ്പൊ നമുക്ക് ഒരു പുതിയ വീടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മളത് യൂസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തന്നെ നമ്മളൊരു ഉള്ളിലൊരു ഒരു ഇതുണ്ട്. ഇത് പഴയ ഒരു ട്രെയിൻ ആകുമ്പോൾ ഓൾറെഡി നല്ല വൃത്തിയുണ്ട്, അപ്പൊ നമ്മൾ വൃത്തികേടാക്കണ്ട എന്നുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാവും. പക്ഷെ മറ്റേത് ഓൾറെഡി വൃത്തികേടാവുമ്പോ നമ്മള് ഡോണ്ട് കെയർ മൈൻഡ് സെറ്റ് ആണ്. അതെ. അതുകൊണ്ട് തന്നെ ഇപ്പോ അതേപോലെ തന്നെയാണ് ഈ മെട്രോയിലും എല്ലായിടത്തും CCTV ക്യാമറാസ് ഉണ്ട്. പക്ഷെ ട്രെയിനിൽ അങ്ങനെയല്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. അതെ, ബസ്സുകളിൽ വരെ എല്ലാ ബസ്സുകളിലും വരെ CCTVകളുണ്ട്. എല്ലാ പ്രൈവറ്റ് ബസ്സിലും KSRTC എല്ലാം CCTV, 2 CCTV ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് CCTV വൈഫൈ കണക്ഷൻ വരെ എല്ലാ ബസ്സുകളിലും ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അതൊരു റെയിൽവേയിൽ എന്തായാലും ഉണ്ട്. വൈഫൈ ഉണ്ട്. ഏതില്? പല പ്രൈവറ്റ് ബസ്സുകളിലും ഉണ്ട്. അപ്പോ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക്. അതെ. ഈ ലോങ് റൂട്ട് പോണ മറ്റേ സ്ലീപ്പർ ബസ് അങ്ങനത്തെ ബസ്സുകളിലാണോ? അല്ല, പ്രൈവറ്റ് ബസ്സുകളിലും ഉണ്ട്. സ്ലീപ്പറിലും ഉണ്ട്. ലോങ് പോണ പ്രൈവറ്റ് സ്ലീപ്പർ അല്ല, അങ്ങനത്തെ ലോക്കൽ ബസ്സുകളിലും. അപ്പോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരും. പിന്നെ ഈ വൃത്തിയാക്കാത്തതിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ലോങ് റൂട്ടുകൾ പോകണ വണ്ടികളാണ്. അപ്പൊ ഇതിനൊരു അങ്ങനത്തെ ഒരു കഴുകാനായിട്ടൊരു ബ്രേക്ക് അവർ എടുക്കണില്ല. അവരെന്താ ചെയ്യണ വെച്ചാൽ എവിടെ ഇപ്പൊ ഒരു ഇത് തുടങ്ങിയ ഇപ്പൊ ഇത് ഇന്ന് തുടങ്ങിയ നാളെ ഇന്ന് രാവിലെ തുടങ്ങിയ നാളെ വൈകുന്നേരമാണ് അവിടെ നിർത്തിച്ച് അപ്പോഴേ അത് കഴുകുള്ളൂ. അപ്പോഴേക്കും പലതരത്തിലുള്ള പല വൃത്തിയിലുള്ള പല ആൾക്കാരും അതിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ബംഗാളികളോ മറ്റാൾക്കാരെ വന്നു കഴിഞ്ഞാൽ അവര് എടുക്കുന്നത് ഭയങ്കര മോശമായിട്ടാണ് അവര് യൂസ് ചെയ്യണത്. നമുക്ക് അറിയണ കാര്യമാണ് അങ്ങനെ യൂസ് ചെയ്യണത്. യാത്രക്കാര് ഉള്ള സമയത്ത് ട്രെയിൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അത് വൃത്തിയാക്കണതിന്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യുമ്പോൾ നിർത്തണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ലോങ് ട്രെയിനൊക്കെ ഇപ്പൊ ഒരു സ്ഥലത്തൊക്കെ 1 മിനിറ്റ് ഒക്കെ നിർത്തുക. ഇപ്പൊ ഞാൻ ഇപ്പൊ ആലുവയിൽ നിന്ന് ഷൊർണൂർ വരെ കയറി ഒരു ട്രെയിനിൽ വന്നു, ആലപ്പി കണ്ണൂർ എക്സ്പ്രസ്. അത് അങ്കമാലിയിൽ 1 മിനിറ്റ് നിർത്തുക. പിന്നെ ചാലക്കുടി 1 മിനിറ്റ്, തൃശ്ശൂർ 1 മിനിറ്റ്, എല്ലായിടത്തും 1 മിനിറ്റ്. ആകെ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പുള്ളത് ഷൊർണൂരാണ്. പക്ഷെ ആ ഒരു 5 മിനിറ്റിനും എന്തായാലും ആളുകൾക്ക് ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതിനാ നിർത്തിയിടുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്യാനില്ല. ട്രെയിൻ റണ്ണിങ് ആയിരിക്കുമ്പോഴും ക്ലീൻ ചെയ്യാലോ. ട്രെയിനിന്റെ ഉള്ളിലല്ലേ? അതെ. പക്ഷെ ഞാൻ അതല്ല പറയണത്, യാത്രക്കാരുള്ള സമയത്ത് ക്ലീൻ ചെയ്യണതിന്റെ പണി. യാത്രക്കാരുള്ള സമയത്ത് ചില ട്രെയിൻ ക്ലീൻ ചെയ്യലുണ്ട്. അതിനായിട്ട് അവിടെ ഒരു സ്റ്റാഫ് എപ്പോഴും നിർക്കണം. അല്ലാതെ ഇപ്പൊ ഞാൻ ഷൊർണൂരിൽ നിന്ന് കയറി ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഒറ്റപ്പാലത്ത് ഇറങ്ങാനത്തെ അത്രയും ദൂരമുണ്ട്. അല്ലാതെ ഒരു സ്റ്റാഫ് ആ ട്രെയിൻ ഉടനീളം ഒരു ദിവസം ഒരു സ്റ്റാഫ് അല്ലേ? ഇപ്പൊ ഒരു ബസ്സിൽ കിളി ഉണ്ടാവില്ല, അതേപോലെ ആ ബസ് എവിടെ പോയിട്ട് എവിടെ നിർത്തണോ, അവിടുന്ന് ഇങ്ങോട്ട് വരണോ, ആ ബസ്സിന് ഒപ്പം തന്നെ അയാൾ ഉണ്ടാവും എല്ലാ ഇതിലും. അതുപോലെ ഒരു ഫ്രീക്വന്റ് ഇന്റർവെല്ലില് എല്ലാ ട്രെയിനുകളിലും
ഒരു ഇത്ര ബോഗികൾക്ക് ഒരാൾ എന്നുള്ള കണക്കിൽ വെക്കാം. അല്ലാണ്ട് അതിപ്പോ ഒരു എത്ര ട്രെയിനിൽ ഒരാൾ ബോഗി പോരാ. ഒരാൾക്ക് ഒരു 5 ബോഗി ഇല്ലെങ്കിൽ അത്ര അങ്ങനെ ഒരു കണക്കിൽ വേണം. 5 ബോഗിയോ? ചിലപ്പോ 2 ഒരാൾക്ക് ബോഗി. 2 2 ബോഗിയിൽ എന്താ 8 ടോയ്ലറ്റ് ഉണ്ടാവും. ടോയ്ലറ്റും ഒരാൾക്ക് 2 3 കഴുകാൻ തന്നെ ഇപ്പൊ എത്രയോ ഫെസിലിറ്റീസും മെഷീൻസും അങ്ങനത്തെ കഴുകാനുള്ള ടൈപ്പ് ഇപ്പോ ഞാൻ ബയോ ടോയ്ലറ്റ്സ് കുറെ ട്രെയിനിൽ കണ്ടിരുന്നു. ഉണ്ട്. ബയോട്ടിക് കെമിക്കൽ അത് ഇപ്പൊ നമ്മള് മലവിസർജനം എന്തെങ്കിലും ചെയ്താൽ അത് കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് അത് മാറും. ഈ കാരവാനിലൊക്കെ ഉണ്ടാവില്ലേ, ചില കാരവാനിലൊക്കെ കണ്ടിട്ടില്ല അതേപോലത്തെ സെറ്റപ്പ്. എന്നിട്ട് അത് എന്തൊരു പൊടി പോലെ എങ്ങനെയും ഒക്കെ ആയിട്ട് കിട്ടും. പൊടി പോലെ അല്ല, ഒരു വെള്ളം പോലെ യൂസ് ചെയ്യാൻ പറ്റണ. ഞാനിപ്പോ നമ്മളെ ടെക് ട്രാവൽ സുജിത് ഭക്തന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. മൂപ്പര് ലണ്ടൻ പോയിട്ട് അവിടെ ഒരു കാരവാൻ എടുത്തിട്ട് ഫുൾ ലണ്ടൻ ചുറ്റി കറങ്ങാം. മൂപ്പര് ഈ കാരവാനിൽ ഈ സെയിം സംഭവമായിരുന്നു. അതൊരു മണം, ഈ സംഭവത്തിന്റെ മണമൊക്കെ കളയും, എന്നിട്ട് ഒരു വെള്ളം പോലെയാവും. എന്നിട്ട് അത് അവിടുത്തെ ക്യാമ്പ് സൈറ്റുകൾക്ക് അവിടെ ആ സംഭവം കളയുള്ള സെറ്റപ്പ് ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി കളയും. അമൻ ബ്രോന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് എന്താണ്? മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ആ ബാരിയർ കുറഞ്ഞ കുറെ അപകടങ്ങൾ മാറാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ എല്ലാം ഇപ്പോ എല്ലാ ഇതും AC ആക്കിയാൽ അതും വളരെ നല്ലതാവുമെന്ന് ഞാൻ അപ്പൊ അതിനനുസരിച്ചുള്ള ടിക്കറ്റ് റേറ്റും കൂടും. അപ്പൊ എല്ലാവർക്കും അഫോർഡബിൾ, ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. AC ഇല്ലാത്ത ട്രെയിനുകളും ആക്കാം. പക്ഷെ ഒരു ട്രെയിൻ പോകുമ്പോ, ഒരു ലോങ് ട്രെയിൻ പോകുമ്പോ അത് ഫുൾ AC ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഫുള്ള് ആ ലോങ് ട്രെയിൻ ആണെന്ന് എഴുതിയിട്ട് അതിലിപ്പോ ലോങ് ഡിസ്റ്റൻസ് അല്ലാണ്ട് കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ? അവർക്ക് വേറെ ട്രെയിൻ ഇപ്പോ രീതിയിൽ അവർ കയറണം. ഇത് ലോങ് പോകാനുള്ള ട്രെയിൻ മാത്രം. അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോകാണെങ്കിൽ അവിടെ നമ്മള് ജനറലൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാരും പാടെ കുത്തി കേറി അമർന്നിരുന്ന് പോകുന്നത്. അത് ചിലപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിന് പോണെന്നിരിക്കും, ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് പോണതായിരിക്കും. അങ്ങനത്തെ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിന് ഒരു ട്രെയിനാണോ അമൻ ബ്രോ ഉദ്ദേശിച്ചത്? അതെ അതെ, അത് ഫുള്ള് ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ജനറൽ ആയിട്ട്, അതിൽ വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളതും കൂടെ ചിന്തിക്കണം. അതെന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ട്രെയിന് വരികയാണെന്ന് വെച്ചാൽ എത്ര ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ചിലപ്പോ ഫസ്റ്റത്തെ കുറച്ച് ദിവസം അങ്ങനെ ആൾക്കാർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ പോയി കഴിഞ്ഞാൽ ട്രെയിനിന്റെ കോസ്റ്റും, ഒരു ട്രെയിൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എത്ര കോസ്റ്റ് ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. അത്യാവശ്യം നല്ല ഉണ്ടാവുമല്ലോ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാതും എയർ കണ്ടീഷൻ ആക്കണം എന്നാണ് ഞാൻ പറയാം. പക്ഷെ അതിനനുസരിച്ച് അതിന്റെ കോസ്റ്റ് കൂടും. ഇതിലുണ്ടല്ലോ എയർ കണ്ടീഷനിങ്. അഫോർഡബിലിറ്റി കുറയും ബ്രോ. നമ്മൾ ടാക്സ് അപ്പൊ അതിനുള്ള സെറ്റപ്പ് കേന്ദ്രം ഉണ്ടാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിനുള്ള ടാക്സ് ഉണ്ടല്ലോ, AC സ്ലീപ്പർ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് വന്ദേ ഭാരതിലൊക്കെ സെറ്റപ്പ് ഇല്ലേ? വന്ദേ ഭാരതിൽ എന്താ AC? വന്ദേ ഭാരതിലുള്ള സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഈ അതിനുള്ള കാശില്ലാത്തവർ എങ്ങനെ ട്രാവൽ ചെയ്യും? അതന്നെ, ടിക്കറ്റ് റേറ്റ് സെയിം ആക്കിയിട്ട്. കാരണം പറഞ്ഞ അത് കേന്ദ്രം ടാക്സ് രീതിയിൽ കേന്ദ്രം നമ്മളിൽ നിന്ന് എടുക്കണില്ലേ? ഇപ്പൊ എത്രങ്ങാനും ടാക്സ് ഒരു ആള് അടക്കണുണ്ടാവാ. എന്തൊക്കെ സാധനങ്ങൾ ശരിയാക്കാണ്ട് ആദ്യം തന്നെ റോഡ്. അതന്നെ ഞാൻ പറയുന്നേ. ഇപ്പൊ നമ്മള് റെയിൽവേനെ കുറിച്ച് പറയുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അങ്ങനെ ടാക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അൺഫെയർ ആയിട്ട് കുറയും. ഇത് അവര് ടാക്സ് കൊടുക്കുക എന്തുണ്ടാച്ചാലും AC എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ അവര് ബുക്ക് ചെയ്യാനായിട്ട് സ്ലോട്ട് നമുക്ക് വരുമ്പോ നമുക്ക് ഇപ്പൊ ഒരു സാധാ കൂലിപ്പണിക്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ AC അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അതൊരു ടാക്സ് എന്തൊക്കെ പറഞ്ഞാലും അഫോർഡ് ചെയ്യാൻ പറ്റും? ഇല്ല. അത് നമ്മളിപ്പോ ടാക്സ് കൊടുക്കുകയാണെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലും ആ സ്ലീപ്പർ എന്നുള്ള ഒരു AC എന്നുള്ള സംഭവം അവിടെ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടം. അല്ലാതെ അത് എല്ലാവർക്കും അത് വേണമെന്നില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ യാത്ര ചെയ്യാൻ എന്തായാലും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അല്ലാതെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഒരു വേനൽക്കാലത്ത് നല്ല വേനൽക്കാലം
അപ്പൊ ആളുകൾ ഈ ജനലിൽ സഹിച്ചിട്ടായിരിക്കും പോണ്ടാവുക. അപ്പൊ അവര് അല്ലാതെ AC ബുക്ക് ചെയ്തിട്ട് പോണം. അവർക്ക് AC പക്ഷെ ബുക്ക് ചെയ്ത് അവര് പോണം. പക്ഷെ അവരുടെ AC ബുക്ക് ചെയ്യാനുള്ള പണം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അത് എല്ലാതും AC ആക്കിയിട്ടും എന്താ കാര്യമുള്ളതെന്നാണ് എന്താ ഞാൻ അതന്നെ ചോദിക്കണേ. ഞാൻ പറയട്ടെ, അതന്നെ എല്ലാതും AC ആക്കിയിട്ട് ഒരു ഇതേ സെയിം അത്യാവശ്യം പൈസക്ക് തന്നെ ആ വെക്കാനോ? ആ അത് അപ്പൊ എന്ത് ലാഭമുള്ളത്? പൈസ അപ്പൊ സെയിം എന്ത് പൈസ ലാഭമാണ് അല്ല, അവർക്ക്? 10-20 കൂട്ടാ. അവർക്ക് മെയിൻ്റനൻസും അങ്ങനെ പല ഇത് വെക്കാം, അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര പല ചെലവുണ്ടാവും ഒരു AC ഇത്? എത്ര ആളത് ചൂസ് ഒരു ചെയ്യും. AC ബോഗി മറ്റേ ബോഗി തമ്മിൽ ചെലവിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അങ്ങനെയാണ് വെച്ചാൽ ചെലവുണ്ടാവും. ട്രാവൽ ചെയ്യണ ക്യാൻസൽ ചെയ്യും. ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ പോണില്ല എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ക്യാൻസൽ ചെയ്യും. ബസ്സിന് പോകും. ബസ്സാണെങ്കിൽ എല്ലായിടത്തേക്കും എല്ലാ സമയത്തും ബസ് ഉണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും. പക്ഷെ ബസ്സിൽ ഞാൻ ഈ സംഭവം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് എന്റെ ആഗ്രഹം. ബസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റില്ല. ഒരു ബസ്സിലൊക്കെ ഒരു 2 മണി 2:30 ട്രാവൽ ചെയ്താ തിരിച്ചുകൂടെ എത്തുമ്പത്തിന് ഞമ്മക്ക് വേണമെങ്കിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കാം. അങ്ങനെ വേവ് നമ്മള് വെയിലടിച്ചിട്ട്. AC ബസ് ഉണ്ടല്ലോ, AC ബസ്സിൽ പോണം. ഇവിടെ AC ബസ് എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മുടെ നാട്ടിലൊന്നുമല്ല. AC ബസ്സൊക്കെ ട്രിവാൻഡ്രം, പക്ഷെ എറണാകുളം ആ ഒരു ഭാഗത്താ. ഇല്ല ഇല്ല ഇല്ല, AC ബസ്സൊക്കെ എല്ലായിടത്തും കൂടി എല്ലായിടത്തേക്കും ഉണ്ട്. ചെറുപ്പശ്ശേരി ടു പാലക്കാട് AC ബസ് ഉണ്ടെന്നാണ് ഒരു ഉണ്ണിബ്രോ പറയുന്നേ. ചെറുപ്പശ്ശേരി ടു പാലക്കാട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുള്ള റൂട്ടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാട് ടു മണ്ണാർക്കാട് AC ബസ് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോട് പാലക്കാട് ഓടുന്ന ബസ്സുകളുണ്ട്. ഉണ്ട്, കോഴിക്കോട് പാലക്കാട് AC ബസ് ഉണ്ട്. ഇല്ലല്ല, അത് കോഴിക്കോട് എറണാകുളം ഓടുന്ന AC ബസ്. കോഴിക്കോട് പാലക്കാട് AC വണ്ടി ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രോ, ഞാൻ പാലക്കാട് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ട് കോഴിക്കോടേക്ക് AC വണ്ടി. എറണാകുളം വരുന്ന വഴിയായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് AC വണ്ടി. അതന്നെ പാലക്കാട് നിന്നാവൂല, അത് എറണാകുളം പാലക്കാട് അങ്ങനെ വരുന്നതായിരിക്കും. പാലക്കാട് കോഴിക്കോട്ടേക്കാണ് അത് പോണേ. ആ പാലക്കാടിന് കോഴിക്കോട്ടേക്ക് പറയുമ്പോ പാലക്കാടിന് കോഴിക്കോട്ടേക്ക് ഏറ്റവും അധികം ഏതുള്ളത്? AC അല്ലാത്തത് ഈ എറണാകുളം. AC-യും ഉണ്ട് എന്നാണ് ഞാൻ പറയണേ. ഓക്കെ AC ഉണ്ടെങ്കിൽ AC ഉണ്ട്, ഓക്കെ. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവാണ്, നല്ല കുറവ് തന്നെയാണ്. ഓക്കെ. അപ്പോ അതൊരു ഇതാണ്. കാരണം പറഞ്ഞപ്പോ AC-യിൽ യാത്ര ചെയ്യാൻ കുറെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ ആ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. പക്ഷെ എനിക്ക് ഫെസിലിറ്റി ഇവിടെ കൊണ്ടുവന്ന സമയത്തും അധികവും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ലോങ് പോകുമ്പോ AC വേണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് നല്ല എനിക്ക് നല്ല തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അത് ഈ വേനൽക്കാലത്ത് മാത്രം, ബാക്കി വേനൽക്കാലത്താണ്, ബാക്കി സമയത്ത് അത്ര ബുദ്ധിമുട്ടില്ല. ഒരു നവംബർ ഏത് സമയത്താണെങ്കിലും ഒരു 2:30 to 3 മണി അല്ലെങ്കിൽ 11 to 2:30 മണിക്കൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഈ ലോങ് റൂട്ട് ഓടുന്ന അങ്ങനത്തെ ബസ്സുകൾ, ഡിസ്ട്രിക്ട് ഓടുന്ന ബസ്സുകളാണ് ഓക്കെ. അല്ലാതെ ഇത് പോണ ബസ്സുകൾക്ക് അത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ മുകളിലൊക്കെ ഓടുന്നതിന് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോ മണ്ണാർക്കാട്ട് നിന്ന് അരനല്ലൂർ എന്ന സ്ഥലത്തേക്ക് പോവാൻ അത്ര നേരം വേണ്ട. ഒരു അരമണിക്കൂർ മാക്സിമം ട്രാവൽ വരെ ഒരു 3/4 മണിക്കൂർ മാത്രമാണ്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പാലക്കാട് കോഴിക്കോട് ഒരു 3 മണിക്കൂർ. പാലക്കാട് കോഴിക്കോടില് ഒരു സ്ഥിരം ഒരു ബസ് AC അല്ലാതെ പോയ ഒരു ബസ് AC, ഒരു ബസ് AC അങ്ങനെ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, അത് നല്ലൊരു. പക്ഷേ ഇവിടെ AC ബസ് KSRTC-കൾ ഒരുപാട് ഇറക്കിയപ്പോഴും കുറെ ബസ്സുകളിൽ ആളില്ലാണ്ട് കുറെ ബസ്സുകൾ നിർത്തിയിട്ട് തന്നെ ഉണ്ടായിരുന്നു, ഒരുപാട് റൂട്ടുകളിലുള്ള ബസ്സുകൾ. AC ബസ്സുകളിൽ ആൾക്കാർ പോവാൻ താല്പര്യപ്പെടുന്നില്ല അധികം. അതിന്റെ കോസ്റ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ടിക്കറ്റിന്റെ ചാർജ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ടിക്കറ്റിന്റെ ചാർജ് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ 10-20 പക്ഷെ വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സാധാരണക്കാരന് ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അത് അത്യാവശ്യം നല്ല തോന്നുന്നുണ്ടാവും. എനിക്ക് ഇന്ത്യയിൽ ഒരുപാട് കാശിലായിട്ടില്ല, പക്ഷെ അത് ആ AC എന്നുള്ള സാധനം ഇത്ര കാശിന് വേർത്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത്ര കാശ് കൊടുക്കണേ അത് വേർത്താണ്. താങ്കൾക്ക് ചിലപ്പോ വെറുത്തായിരിക്കും, ആർക്കാണെങ്കിലും. അതല്ല ഞാൻ പറയണ അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നല്ല, വേർത്ത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ കാശ് കൊടുക്കണേ എന്നുള്ള സാധനം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതിനിപ്പോ ഞാനും രാഹുൽ ബ്രോവും പറഞ്ഞ് ഒരു സാധാരണക്കാരന് വെയിലും മഴയും കൊണ്ടുപോയാൽ ഒരു കുഴപ്പമില്ല, തണുപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹം കേരളത്തിൽ. ഞാൻ ആഗ്രഹം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വ്യത്യാസം അത് വേർത്താണ്. ഇപ്പൊ ആ ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞത് വെറുതായിട്ട് തോന്നില്ല എന്നാണ് പറയുന്നേ. താങ്കൾക്ക് ചിലപ്പോ അത് തോന്നുന്നത് താങ്കൾ അധ്വാനിക്കണില്ല. അത് ബ്രോയുടെ പെർസ്പെക്റ്റീവില്. ബ്രോക്ക് 20 രൂപ അധികം കൊടുത്തിട്ട് തണുപ്പടിക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ ബ്രോ ചിലപ്പോ അത് കയറുന്നില്ല, വരുന്നില്ല.
താങ്കൾ അധ്വാനിക്കാൻ തുടങ്ങില്ല, അധ്വാനിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അവർക്ക് ചിലപ്പോ അധ്വാനിച്ച കാശിന്ന് ഒരു 10 അല്ലെങ്കിൽ 20 രൂപ പോകാറിന് അവർക്കത് വളരെ ഒരു നഷ്ടമായിരിക്കും. ഒരു ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ 4 ആണെന്ന് വെച്ചാൽ 80 രൂപ അധികം കൊടുക്കണം, അല്ലെങ്കിൽ 100 രൂപ അധികം കൊടുക്കണം. ഒരാളെ നോക്കി 20 രൂപയൊന്നും അല്ല അധികം, 20 രൂപ അതിലേറെ വരും. ഒരു ബസ്സിന് 60 രൂപ മിനിമം വരും. ഇതിപ്പോ അത് റൂട്ട് അനുസരിച്ചിരിക്കും, എത്ര ലോങ് ആണ് അതിനനുസരിച്ചിരിക്കും. മൊത്തം പോണ്ടത് 100 രൂപയാണ്. അപ്പൊ 400 രൂപയാണ് വെച്ചാൽ 450 രൂപ കൊടുക്കണം. 80 രൂപ അധികം കൊടുക്കണം എന്ന് പറയുമ്പോ എന്താണ് ആ പൈസക്ക് ആൾക്ക് ഓട്ടോയിൽ വിളിച്ച് പോകാനോ? അങ്ങനെയല്ലേ നോക്കുക. അപ്പൊ ഒരാള് ഇല്ലല്ലോ, ഈ തണുപ്പടിച്ചു പോയി സാധാരണക്കാരപ്പൊ തണുപ്പടിച്ച് പോകണമെന്ന് നിർബന്ധമുള്ളതാണ്. ഈ തണുപ്പടിച്ച് പോകുന്നുണ്ടോ? ഇപ്പൊ ഈ തൃശ്ശൂരിൽ എങ്ങോട്ടെങ്കിലും വരികയാണെങ്കിൽ ഉണ്ടോ? പക്ഷെ തൃശ്ശൂരിന്ന് ചന്തപ്പുരയ്ക്കുള്ള റൂട്ട് ഏകദേശം 2.25 മണിക്കൂർ നീളമുള്ളൊരു യാത്രയാണ്. ഇപ്പൊ അനക്കത് ഇപ്പോ ഈ നട്ടുച്ച നേരത്ത് വരികയാണ്, AC ഉണ്ടായിരുന്നെങ്കിൽ, AC ബസ് ഉണ്ടായിരുന്നെങ്കിൽ AC ബസ് ഉപയോഗിക്കില്ലേ? പക്ഷെ നമ്മുടെ കയ്യില് പൈസ നോക്കണം. അത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം, അല്ലാതെ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യരുത്. നമ്മളിപ്പോ വർഷത്തിൽ 3-4 തവണയൊക്കെ പോകുന്നുള്ളൂ എങ്കിൽ നമുക്കത് കൊടുക്കുന്നത് നഷ്ടമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പോകുമ്പോ അതിനായിട്ട് യൂസ് ടു ആവും. അതൊരു വെയിലുണ്ടാവും, നമുക്കൊരു മനസ്സിൽ നമുക്കൊരു ധാരണ നമ്മൾ പോകുള്ളൂ. കേരളയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര നല്ലതാണ്, പക്ഷെ അത് ആരും ഒരു ഇംപ്രൂവ് ചെയ്യാൻ നോക്കില്ല എല്ലാത്തിലും. പിന്നെ നമ്മളെ കുറെ KSRTC ബസ്സൊക്കെ നല്ല പെടപ്പിച്ച് പോകുമ്പോ നല്ല കാറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ നമ്മൾ വന്ദേ ഭാരതിനെക്കാളും സ്പീഡ് മിന്നലാണെന്നൊക്കെ നമ്മള് കുറെ വാർത്തകൾ കേട്ടിരുന്നു. പക്ഷെ KSRTC ഫാൻസ് ഇറക്കുന്ന കുറെ കാര്യങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള അപകടങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതാരും കാണാതെ പോകരുത്. ഈ KSRTC ബസ്സിന്റെ കാര്യം പറയുമ്പോ പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ അപകടം. KSRTC-യേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ് അപകടത്തിൽപ്പെടുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മിനിറ്റ് വൈകി അവർക്ക് അവിടെ പൈസ കൊടുക്കണം. അപ്പൊ ആ ഒരു പൈസ ലാഭിക്കാൻ അവർ ആൾക്കാരുടെ ജീവൻ എടുക്കാൻ നോക്കുകയാണ്. ലിമിറ്റഡ് ബസ്സുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ലോങ് റൂട്ട് ഓടുന്ന ബസ്സുകൾക്ക് പ്രത്യേകിച്ച്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ മണ്ണാർക്കാട് പിന്നെ കുഴപ്പമില്ല, പ്രശ്നമില്ല. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ്സുകൾ ഭയങ്കര പ്രശ്നമാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് വീടിന്റെ അകത്ത് കൂടെ ഒക്കെ എടുത്തിട്ടാണ് ഇവര് കൊണ്ടുപോവുക. സ്ഥലമില്ലാച്ച റോട്ടില് സ്ഥലമില്ലാച്ച വീടിന്റെ മുറ്റത്തേക്കാണ് കയറ്റും. അത് ഭയങ്കര പ്രശ്നമാണ്, അരോചകമാണത്. പാലക്കാട് കോഴിക്കോട് ഒരു ബസ് സ്ഥിരമായി, ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു ബസ് സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു KSRTC ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ KSRTC സൈഡ് ഇട്ടാത്തോണ്ട് അവിടെ ബ്രേക്ക് ചവിട്ടി. അപ്പൊ ബാക്കിൽ നിന്ന് ഈ പ്രൈവറ്റ് ബസ് KSRTC ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച് അപകടം ഉണ്ടായ ഒരു വീഡിയോ ഇപ്പൊ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടധികം വീഡിയോകൾ കാണാം. അവർക്ക് 10-40 ബസ്സുകളുണ്ട്, ഒരു വലിയ ഗ്രൂപ്പാണ്. അവരിങ്ങനെ ഒരു പൈസയുടെ ഒരു പുങ്ക് തന്നെ, അല്ല എന്താ പറയാ, അപകടം ഉണ്ടായാലും അവര് അതെങ്ങനെയും ഒതുക്കി തീർത്ത് കാശ് എന്തെങ്കിലും കൊടുത്ത് പോലീസ് കേസിൽ നിന്ന് ഊരി, അങ്ങനെ ഒരു വട്ടം 2 വട്ടമൊക്കെയാണ് വെച്ചാൽ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ ഇത് 1-2 അല്ല, പലവട്ടം ഇത് ആവർത്തിക്കുകയാണ്. ബസ്സുകളെ പറ്റിയിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? അതെ, ഇങ്ങനത്തെ ബസ് ഇങ്ങനെ സേഫ് ആണോ അത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഒന്നാമത്തെ കാര്യം, നമ്മള് നേരം പോലെ യാത്ര ചെയ്യാം. നമ്മൾ കയ്യും കാലും തലയും പുറത്തേക്ക് ഇടാതെ അല്ലെങ്കിൽ ഡോറിന്റെ അടുത്ത് പോയി നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്കാണ് അപകടം പറ്റുക. പക്ഷെ കയ്യും കാലും പുറത്തിട്ടിട്ടോ അല്ലെങ്കിൽ ഡോറിന്റെ അവിടെ നിന്നിട്ടോ ഉണ്ടാവുന്ന അപകടങ്ങൾ ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. ഇല്ല, ട്രെയിനിൽ അത്യാവശ്യം നല്ല അങ്ങനെ വരുന്നുണ്ട് ബ്രോ. അതെ, ട്രെയിനിൽ നമ്മൾ അഭിലാഷിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അഭിലാഷിനെ ആയിരുന്നില്ലേ? അതോ അഖിലേഷ്? അഭിലാഷ്. ട്രെയിനിൽ അങ്ങനത്തെ അപകടങ്ങൾ കുറെ വരുന്നുണ്ട്. അതേപോലെ അങ്ങനത്തെ അപകടങ്ങൾ വരാൻ കൂടുതൽ അത് യാത്രക്കാര് ശ്രദ്ധിക്കണം. അതെ, യാത്രക്കാർ ശ്രദ്ധിക്കണം. ബസ്സിൽ കഴയാണ്.
ട്രെയിനിൽ ടിക്കറ്റ് കളർ ഇപ്പൊ കാട്ടിയാൽ മാത്രമേ അങ്ങനത്തെ എന്തെങ്കിലും കാണിച്ചിട്ടാണ്. ഉണ്ടാവുള്ളൂ. ഈ അതെ ട്രെയിനിൽ ഉള്ളത് പ്രായത്തിന്റെ അമിതാവേശം കൊണ്ട് പൊന്നാരം കാട്ടി കുഴിൽ അതെ വീഴുന്നത്. അതെ അതന്നെ അതെ അല്ലാണ്ട് സിനിമ അശ്രദ്ധ കാരണം സിനിമ അങ്ങനെ അധികം കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രായോഗികമല്ല അത്. പിന്നെ ഒന്നാമത് കാര്യം അതെ. ഈ നമ്മള് ട്രെയിനുള്ള വാതിൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഡോറാണ്. ഈ അതെ അതെ ഇതാവുക. അതെ, അത് അത് ചിലപ്പോ അവിടെ നിന്ന് ബാക്കിൽ വന്ന് കാറ്റടിച്ച വാതിൽ അടിച്ചു ഒരൊറ്റടിക്ക് കഴിഞ്ഞാൽ വന്നിട്ട് അടിച്ച് ബാക്കിൽ കിടക്കും. ഒറ്റയടിക്കാണ് അടിക്കുക. അത് നമുക്ക് വിചാരിക്കണ ഒരു വെയിറ്റിലും ഇപ്പോ പ്രഷർ ലെവലും അത് തള്ളുക. അതെ ഇപ്പൊ നമ്മള് പുറം രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇലക്ട്രോണിക് ഡോറാണ്. ഓക്കെ, ആ സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്. എത്തുമ്പോ ഈ അതെ, ഓട്ടോമാറ്റിക് ഡോർ അതും സ്റ്റോപ്പ് എത്തുമ്പോ മെട്രോകളിലും സ്ലൈഡാണ്. ആ അതും അതെ. ഈ സ്ലൈഡ് നമ്മളിപ്പോ ഡോറുകളാണ്. അവിടെ ഒരു യെല്ലോ ലൈൻ വരച്ച് നമ്മൾ ആ യെല്ലോ ലൈനിൽ ചവിട്ടി കഴിഞ്ഞാൽ വാതിൽ അടക്കില്ല. നമ്മൾ ആ കാലെടുത്ത് കഴിഞ്ഞാൽ ആ സെൻസർ അതെ അതെ ഡിക്റ്റേറ്റ് ചെയ്താൽ മാത്രമേ സേഫ്റ്റി സേഫ്റ്റി മെഷേഴ്സ്. അത് ഏത് ട്രെയിനാണെങ്കിലും, അതിപ്പോ കൊച്ചി മെട്രോ ആണെങ്കിലും ബാംഗ്ലൂരിലെ മെട്രോ ആണെങ്കിലും ഏതാണെങ്കിലും സേഫ്റ്റിയുള്ള കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും മെട്രോ, ബാംഗ്ലൂർ മെട്രോ പിന്നെ ആൻഡ് കൊച്ചി മെട്രോ ദ ബെസ്റ്റ്. അതേപോലെ വേറെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ റെയിൽവേ സ്റ്റേഷനിലും മെട്രോ പോലെ ആക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രം അതിനകത്തേക്ക് എൻട്രി അതെ, കൊടുക്കാൻ അത് പാടുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ തന്നെയാണ്. ടിക്കറ്റ് എടുത്താലും മാത്രമേ എൻട്രി ഉള്ളൂ, അല്ലല്ല അല്ലെങ്കിൽ അല്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. പ്ലാറ്റ്ഫോം അതൊന്നും എവിടെയും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നത് എനിക്ക് തോന്നി, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. നോക്കും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണ്ടേ? അത് ഈ ഇപ്പൊ ഈ അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കും. അത് ഇതുണ്ടാവൂലേ, പിടിച്ചാൽ മാത്രല്ലേ ഉള്ളൂ. പക്ഷെ അത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടെങ്കിലേ ഉള്ളിൽ കയറ്റുള്ളൂ. അതന്നെയാണ് ഉണ്ണിപ്പുറ ഞാൻ പറഞ്ഞത്, സ്കോഡിനെ വെക്കണം എന്നൊക്കെ. അതാണ് അതില്ല അവിടെ. പിന്നെ അതാ പറഞ്ഞത്. Strict ആയിട്ട് നോക്കല് വളരെ സ്ക്വാഡ് കുറവാണ്. വെക്കണേനെക്കാട്ടിലും എൻട്രിയില് ഇതില്ലാണ്ട് കേറാൻ പറ്റാത്ത ഒരു വിധത്തിലാക്കി വെച്ചാൽ പോലെ. അതിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്ര പേര് വരും? മെട്രോ അത് അത് ശ്രദ്ധിക്കണം. അത് മെട്രോ ശ്രദ്ധിക്കണം. പോലെ അത്രയും ആൾക്കാരെ ഇപ്പോ മെട്രോ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ അറ്റ് ടൈം ഒരു 100 പേര് വന്ന ഈ 100 പേരും ഒരു 5 കൗണ്ടർ വെച്ചാലും ഒരു 10 കൗണ്ടർ വെക്കണം കേറണ. 10 കൗണ്ടർ വെച്ചാലും 10 പേര് ഇങ്ങനെ ക്യൂ നിൽക്കണ്ടേ? അപ്പത്തിനടുത്ത് ട്രെയിൻ ഒരു ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എത്ര സമയമേ വേണ്ടുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ അത്യാവശ്യം നല്ല സമയമുണ്ട്. പിന്നെ ഇത് വരണവര് കുറച്ചുപേര് ബുക്ക് ചെയ്തതാവും, കുറച്ചുപേര് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്ന ചിലവര് ഓൺലൈൻ ബുക്ക് ചെയ്തവരൊക്കെ എന്ത് ചെയ്യാ, ഈ ക്യൂ ആർ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് അതിന്റെ ആവശ്യമില്ല, നേരെ കയറാം. ഓൺലൈൻ അപ്പൊ എങ്ങനെ മനസ്സിലാവും ഇവര് ഓൺലൈനിൽ ബുക്ക് ചെയ്തത് ഇവര് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അത് പ്രൂഫ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. എന്നാലേ കയറാൻ പറ്റുന്നതിലേക്ക് ആക്കണം. മെട്രോയിൽ പോകുമ്പോ ഒരു സാധനമുണ്ട്, ഒരു കോയിൽ ഉണ്ട്. അത് അവിടെ ഒരു സാധനത്തിൽ സ്കാൻ കോയിൻ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കോയിനാണ്, ചില സ്ഥലങ്ങളിൽ ടിക്കറ്റ് QR കോഡുള്ള ടിക്കറ്റ്. QR കോഡാണ്. ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കോയിനുള്ള സ്ഥലങ്ങൾ എന്നിട്ട് കേറും. തിരക്കില്ലാത്ത സമയത്ത് അത് ഓക്കെ, പ്രാക്ടിക്കലാണ്. തിരക്കുള്ള സമയത്ത് അത് പ്രാക്ടിക്കൽ ആക്കണം. അല്ലല്ല, ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മള് ചെക്ക് ചെയ്തിട്ടേ അകത്തേക്ക് വിടാൻ പാടുള്ളൂ. അത് ഞാൻ യോജിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതെ പ്രാക്ടിക്കൽ ആക്കണം. ഇപ്പൊ നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ എടുക്കാം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ എടുക്കാം. അതിന്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതിക്കൊരു 4 ലൈന് മാക്സിമം വെക്കാൻ പറ്റുള്ളൂ. അത് വലുതാക്കണം, എൻട്രൻസ് വലുതാക്കണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഷൊർണൂരിലില്ല, അത് ഉള്ളിൽ റെയിൽവേ ഒന്നുകൂടെ മുന്നില് ഇഷ്ടംപോലെ സ്ഥലമില്ലേ, അവിടെ ഒരു എൻട്രൻസോ അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് വേറൊരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഈ ഓടാ ട്രെയിനിന്റെ എഞ്ചിൻ തിരിക്കാൻ പറ്റും അവിടെ. പിന്നെ ഈ അവിടെയൊക്കെ ഈ എന്താ ഇതിന്റെ ഉള്ളിലേക്ക് കേറാന്ന് വെച്ചാൽ ഈ പോണവര് മാത്രമാവില്ല കേറുക, ഇവര് ചിലപ്പോ ഒരു പിക്കപ്പ് ചെയ്യാൻ വരണവരും ഇവരൊക്കെ കയറും. അതന്നെ, അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. അത് പക്ഷെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താലും അവർക്ക് കേറാണെങ്കിൽ കള്ളവണ്ടി കയറാനൊന്നും ഒരു പ്രശ്നമില്ല. അതൊന്നും ആരും അങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഈ ജനറൽ സൈഡില് ഈ TTR ഒന്നും നോക്കുന്നുണ്ടോ? വരില്ല, ജനറൽ സൈഡിൽ TTR വരില്ല, അത് ഷുവറാണ്. വരില്ല. അവർ AC കോച്ചും റിസർവ്ഡ് കോച്ചും മാത്രമേ നോക്കുള്ളൂ മെയിനായിട്ട്. ഞങ്ങള് 2 കൊല്ലം കാസർഗോഡ് യാത്ര ഉണ്ടായി. കാസർഗോഡ് പോയപ്പോ അപ്പോ ഞങ്ങള് ഷൊർണൂർ ഒറ്റപ്പാലം പോയത്. ഷൊർണൂര് ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത സീറ്റിലാണ് പോയത്. പോകുമ്പോ ഇവിടെ ഇതുവരെ എത്തി, കാസർഗോഡ് വരെ എത്തിയപ്പോഴും TTR വന്നില്ല. ബുക്ക് ചെയ്ത് പോയിട്ട് TTR വന്നില്ല. ജനറലല്ലേ പോയെ?
അല്ല എന്നിട്ടും അല്ലല്ല ജനറൽ പോകുമ്പോ നമ്മള് ജനറൽ അല്ലേ പോയത്? പിന്നല്ലാണ്ട് അല്ലല്ല പോകുമ്പോഴും പോകുമ്പോ ജനറൽ ജനറൽ തന്നെ അല്ല പോയെ. അല്ല 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 ജനറൽ തന്നെ TTR പോടോ വന്നാലും അല്ലല്ല. TTR ചെക്ക് ചെയ്യുന്നില്ല. TTR വന്നാൽ മൂപ്പരുടെ ഒരു ടാബ് ഉണ്ടാവും, അതിൽ നമ്മളെ പേരുണ്ടാവും നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ. അപ്പൊ മൂപ്പര ഒന്നും ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകും. അല്ല എനിക്ക് ടിക്കറ്റ് ഉണ്ടോ എനിക്ക് ടിക്കറ്റ് ഉണ്ടോ ഇങ്ങനെ നോക്കൊന്നുമില്ല. കാരണം പറഞ്ഞ അവർക്ക് സാലറി കിട്ടുന്നുണ്ട്. അവർക്ക് എന്തായാലും പ്രശ്നമല്ല, അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇവരുടെ ജോലി അതെ. വാർത്തത കാണിക്കുന്നില്ല ആണോ? ആളുകൾ അവനവനെടുക്കുന്ന പണിക്ക് ആത്മാർത്ഥത ചെയ്ത പകുതി നന്നാവും നമ്മുടെ രാജ്യം. എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? നല്ല അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ പൈസക്ക് വേണ്ടിട്ട് പണിയെടുക്കും, പക്ഷെ ആ പണിയിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല. അതെ അതെ. ഇപ്പോ പുറം രാജ്യങ്ങളിലിപ്പോ നമ്മളെ ഇന്ത്യ ഏറ്റവും അധികം വെച്ച് കമ്പയർ ചെയ്യുക ചൈനനെ വെച്ചിട്ടാ. ചൈനയിൽ ഒരു ട്രെയിൻ പോകുന്ന സ്പീഡും ഇന്ത്യയിലെ ഒരു ട്രെയിൻ പോകുന്ന സ്പീഡും ഇന്ത്യന്റെ ഏറ്റവും ഒരിക്കലും ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പാടില്ല. അതന്നെ, ചൈനയിലെ ഏറ്റവും മെല്ലെ പോണ ട്രെയിൻ എടുക്കുമ്പോഴേ ഏറ്റവും സ്പീഡ് ഉണ്ടാവുക. അങ്ങനെ മേബി. പിന്നെ ഹൈജീനിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ചൈന കാര്യത്തിലൊക്കെ ഒരുപാട് ഇതിൽ മുന്നിലാണ് നിൽക്കുന്നത്. അതെ. എന്നാലും ഇന്ത്യക്കാർ ചൈനയെ വെച്ച് കമ്പയർ ചെയ്യും. പക്ഷെ നമുക്ക് ഇന്ത്യക്ക് ആ ഒരു ലെവലിൽ എത്തിപ്പെടാൻ പറ്റും. ഇന്ത്യക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യണില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തെ കുറിച്ച്? പിന്നെ അവരുടെ ഈ റെയിൽ നെറ്റ്വർക്ക് എല്ലാം അവരുടെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ അവരുടെ നല്ലതാണ്. നമ്മളിപ്പോ അവിടെ പോയി ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനും മറ്റു ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനിന്റെ ബോഡി ഇത് മൊത്തം ഒരു പഴയ ഒരു ടൈപ്പ് ഇതിൽ വർക്ക് ചെയ്യണതാണ് മൊത്തം. ഇവര് പുതിയതായിട്ട് ഇപ്പോ മറ്റേ ട്രെയിൻ ഔട്ട്ഡേറ്റഡ് അയച്ച ആ ട്രെയിന് ഒഴിവാക്കി പുതിയൊരു ട്രെയിൻ അവർ അപ്പൊ തന്നെ ചിലപ്പോ അതിന്റെ പിറ്റേ ദിവസം തന്നെ അവർ ഇറക്കും. ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു 3 ദിവസം കഴിഞ്ഞാൽ കേട് വരുന്ന ട്രെയിൻ ഒരു 2 കൊല്ലം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് അത്രയും അപ്ഡേറ്റ്. നമ്മൾക്കൊരു ട്രെയിൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് പാസ്സാക്കി എത്രയോ കാലം കഴിഞ്ഞിട്ട് ഒരു ട്രെയിൻ ഇറക്കണേ. ട്രെയിൻ ആണെങ്കിൽ കൊടും വിലയും കൊടുക്കും, എല്ലാ ആൾക്കാർക്കും യാത്ര ചെയ്യാനും പറ്റില്ല. ആ ട്രെയിൻ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു സ്പീഡ് സാധാ ട്രെയിനിന് കുറച്ച് വ്യത്യാസത്തിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ഒന്നായിരിക്കും. അതെ അതെ. അവിടെയൊക്കെ നമുക്ക് അവിടത്തെയൊക്കെ പല ടെക്നോളജികളും നമ്മൾ പോയി കാണുമ്പോൾ തന്നെ ഇത് ഫ്യൂച്ചറിലാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള. അവരുടെ റോഡില് വളരെ കുറവാണ് ആക്സിഡന്റുകൾ, കുറവാണ് ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്സിഡന്റുകൾ. അതിന്റെ റോഡില് നിർമ്മിച്ചിരിക്കണ ഓരോ സേഫ്റ്റി സെറ്റിങ്സും കണ്ടു കഴിഞ്ഞാൽ നമ്മള് ആകെ നമുക്ക് മനസ്സിൽ ഇതാവില്ല. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാൻ അടുത്ത കാലത്തുന്നത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാക്ടിക്കൽ അല്ല. കാരണം ഇന്ത്യയിലൊക്കെ അത്രയും ട്രാഫിക് ആണ്. ഇന്ത്യയിലൊക്കെ ബംഗ്ലാദേശിന്റെ കാര്യം പറയില്ല, ബംഗ്ലാദേശിലാണ് ഒരു ബംഗ്ലാദേശില് ട്രെയിനിന്റെ അത് ബംഗ്ലാദേശിൽ തന്നെയല്ലേ മറ്റേ ഇലക്ട്രിക് അല്ലാത്ത ട്രെയിന് മുകളിലൊക്കെ ഇരുന്ന് പോണത്? ട്രെയിനിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ടാണ്. എന്ത് സേഫ്റ്റിയാണ് അവർ അങ്ങനത്തെ ട്രെയിൻ എങ്ങനെ മുതലാണ്? ഇലക്ട്രിക് അല്ലാണ്ട് നല്ല മുതലാവും ഇന്ത്യൻ ഡീസൽ ട്രെയിൻസ് ഒക്കെ അല്ലേ? ഇന്ത്യയിൽ ഡീസൽ ട്രെയിൻ ഒന്നുമില്ല, എല്ലാം ഇലക്ട്രിക് ആണ്. ആണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല എല്ലാതും ഇലക്ട്രിക് ആയിരിക്കും. ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കി നോക്ക്. ഡീസൽ എഞ്ചിൻസ് ഉണ്ടോ? എപ്പോഴും ഉണ്ടോ? പക്ഷെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം പറഞ്ഞ ഇലക്ട്രിക്കൽ എല്ലാ ഭാഗത്തും ഇതല്ല. അത് ഓരോരോ ഭാഗത്ത് അവര് ബോഗി മാറ്റും, എഞ്ചിൻ മാറ്റും, എന്നിട്ട് ഡീസലാക്കും ചില ഭാഗത്ത്. ചില ഭാഗങ്ങളിൽ ഹൈബ്രിഡ് പോലെ ഇരിക്കും. അങ്ങനെ ഹൈബ്രിഡ് മാതിരിയല്ല. ഹൈബ്രിഡിന് ഇപ്പോ ട്രെയിൻ ഇപ്പൊ എന്താ ഒരു എഞ്ചിൻ അപ്പുറത്തേക്കിട്ടും മാറ്റിലല്ലേ.
ഹൈബ്രിഡ് പറഞ്ഞ ആ ഒരു ഒറ്റ എഞ്ചിനിൽ ഇലക്ട്രിക്കും ഡീസലും പോകാൻ പറ്റൂല. താൻ മന്ദനാണോ താൻ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എഞ്ചിൻ ഉണ്ടാവും, ഡീസൽ എഞ്ചിനും ഉണ്ടാവും, ആ ഇലക്ട്രിക് എഞ്ചിനും ഉണ്ടാവും. ആ അതന്നെ. ആ. അപ്പൊ ഓ, അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബ്രോ. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഒരു ഈ ട്രെയിനില് എന്താ പറഞ്ഞറിയോ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എഞ്ചിൻ, അതിൽ ഡീസലും ഉണ്ടാവും ഇലക്ട്രിക്കും ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. ഒറ്റ എഞ്ചിനില് ഡീസൽ ഇലക്ട്രിക്കൽ ഉണ്ടാവുക. ഒരു ട്രെയിനിന് 2 എഞ്ചിൻ ഉണ്ടാവൂല. അതവരെ വേറെ മാറ്റി തന്നെ ചെയ്യുന്നേന്ന്. മനസ്സിലായോ? ഒരു ഓക്കെ. ഇലക്ട്രിക്കലും ഡീസലുള്ള എഞ്ചിൻ അറ്റാച്ച്ഡ് ആവൂല. ഹൈബ്രിഡ് ആയിരിക്കില്ല, ആ അവിടുന്ന് മാറ്റിയാണ് ചെയ്യുക. എവിടുന്ന് വെച്ചാൽ ആ അവിടുന്ന്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോ അങ്ങനെയും കുറെ ഉണ്ട്. ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഡീസൽ ട്രെയിൻ കണ്ടിട്ടില്ല. ഡീസൽ ട്രെയിൻ ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഡീസൽ ട്രെയിൻ തന്നെയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഡീസൽ ട്രെയിൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഡീസൽ ട്രെയിന് കോസ്റ്റ്ലി, അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ്ലി. അതെ, അതന്നെ. അത് മുതല ഡീസൽ ട്രെയിൻ പൊതുവെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പണ്ട് കാലങ്ങളിൽ ഡീസൽ ട്രെയിൻ യൂസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പൊ അത് ഭയങ്കര കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് കുറച്ചത്. അത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത് കൂടുതൽ എഫിഷ്യന്റ് ഇലക്ട്രിക് ആയതുകൊണ്ട് പിന്നെ യൂസ് ചെയ്യാൻ കോസ്റ്റ് മെയിൻ്റനൻസ് ഒക്കെ അതേപോലെ എക്കണോമിക് ഫ്രണ്ട്ലി ആണ്. അതെ 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 അതെ, മെയിൻ റീസൺ അതായിരിക്കാം. അതേപോലെ ഇനി ഇന്ത്യയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല റോഡ്സ് വരണതാണ് ഞാൻ പറയാം. അതാണ് ആദ്യം വരേണ്ടത്. കേരളത്തിൽ എന്നാൽ കൂടി പല സ്ഥലത്തും നല്ല റോഡുകൾ ഉണ്ട്. പക്ഷേ ഈ റോഡുകൾ ഇല്ലാന്ന് പറയുന്നില്ല. ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ റോഡുകൾ വേ ബെറ്റർ ആണെന്ന് ഞാൻ പറയും. ട്രെയിനിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ റോഡിന്റെ കാര്യങ്ങൾ വേ ബെറ്റർ ആണെന്ന് ഞാൻ പറയും. അതെ. റോഡ് പ്രശ്നം എന്താന്ന് വെച്ചാൽ റോഡുകൾ, ഹൈവേകളൊക്കെ അത്യാവശ്യം നല്ലതാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? അതെ, അധികവും സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലാത്തതും ഉണ്ടല്ലോ. അല്ല, നാഷണൽ ഹൈവേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണല്ലോ. നാഷണൽ ഹൈവേ അല്ലാത്തതും ഉണ്ടല്ലോ. നല്ല ഹൈവേ റോഡുകളുണ്ട്. സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്. സ്റ്റേറ്റ് ഹൈവേ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും പെട്ടെന്ന് റോഡ് ചീത്തയാവുന്നുണ്ട്. റോഡ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ പല സ്ഥലത്തും ഇപ്പൊ ഇതെല്ലാം റൂറൽ ഏരിയാസിലും ഈ പൈപ്പ് ലൈൻ ഒക്കെ പോണത് ഇതിന്റെ അടിയിൽ കൂടെയാണ്, ഈ റോഡിന്റെ. അതാണ് ഒരു പ്രധാന പ്രശ്നം. അതിലിപ്പോ ഒരു ലീക്കേജ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് റോഡിന്റെ കുറുകെ ആയിരിക്കും അത് ഉണ്ടാവുക. അത് പൊളിച്ചു കഴിഞ്ഞിട്ട് അത് അതേപടി മൂടാനോ ബാക്കിയുള്ള ഇതിന് ആരും തയ്യാറാവണില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ പണ്ട് ടാർ ചെയ്തതിന്റെ ക്വാളിറ്റി അത് എന്തായാലും എത്രയായാലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഇത് വരും, നമുക്ക് അറിയാലോ. ഇപ്പൊ റോഡ് നനഞ്ഞ് അടുത്ത് ജപ്പാൻ പൈപ്പ് ഇട്ടത് ഇപ്പൊ ഒരു വൺ വേ എന്തിനാണ് വെച്ചാൽ റോഡ് ഇട്ട് കഴിഞ്ഞാൽ റോഡിന്റെ പകുതിയോളം ആ പൈപ്പിന്റെ വലിപ്പം, അത്രയും വലിപ്പത്തിലുള്ള പൈപ്പാണ്, അത്രയും താഴ്ത്തും അത്രയും വീതിയിൽ അത് കുഴിക്കണം. അപ്പൊ അതിനനുസരിച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ, പക്ഷെ അത് മൂടിയിട്ട് റിക്കവർ ചെയ്യാൻ അതേപോലെ റിക്കവർ ചെയ്യാൻ ഇപ്പൊ ആർക്കും സാധിക്കുന്നില്ല. അതെ, ഇവരിത് പൊളിച്ചിട്ടിട്ട് പൈപ്പ് ഇട്ടിട്ട് പോവും. പിന്നുള്ളതൊന്നും ഇവര് നോക്കണില്ല. അതെ അതെ, മൂടി റോഡ് വൃത്തിയാക്കല് പിന്നെ അവരുടെ നോക്കുന്നില്ല. അതാണ് ശരിക്കും. അതുകൂടി നോക്കിയാൽ റോഡുകൾ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ രാത്രി റിഫ്ലക്ടർ പോലും ഉണ്ടാവാറില്ല കുഴികളിൽ. അത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇത് പൈപ്പ് എടുത്തതിന് ശേഷം സൈഡിലെ റിഫ്ലക്ടേഴ്സ് ഒക്കെ എടുത്ത് മാറ്റി. അതിനെ ഇത് മൂടാൻ ഇതിന്റെ പ്രത്യേകം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ KCBയില് ഈ മറ്റേ മരം വീട്ടില്ലേ, ടച്ചിങ്സ് വീട്ടില്ലേ, അത് പല സ്ഥലത്തും ക്ലിയർ ചെയ്യാണ്ട് പഴയ പോസ്റ്റ് എടുത്ത് മാറ്റാനും പുതിയത് വെക്കാനും അങ്ങനത്തെ പല സംഭവം. അത് പക്ഷേ പറയട്ടെ, അത് ഇതിന് 2 വർഷം ടൈമാണ് ഉള്ളത് ഇത് ശരിയാക്കാൻ. അതിന്റെ ഓൾറെഡി ഒരു 6 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് ചെയ്യണമെങ്കിൽ ഈ KCB ഇത് എല്ലാവരും ടച്ചിങ്സ് വെട്ടി പോസ്റ്റ് മാറ്റിയിട്ടാണ് ഇവർക്ക് ഇത് തുടങ്ങാൻ പറ്റും. ഇത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് സ്ഥലം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അത് ഭയങ്കര കൂലി, അത് ഇതാണ്. ഇത് ഒക്കെ ചെയ്യണ വെച്ചാൽ
കറക്റ്റ് ഒരു ഫ്ലോയില് ഇത് ചെയ്തു പോകണം. ഇത് KSEBക്കാർ അത്ര ഡിലേ ചെയ്യുന്നു അത്രത്തോളം അതിന്റെ ഇതും പ്രശ്നമാണ്. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഇപ്പൊ ആൾക്കാരത് അടയ്ക്കാത്തതിന്റെ ഉള്ള ഒരു പ്രശ്നം. പക്ഷെ ഹൈവേകളിലും മറ്റ് നല്ല റോഡുകളിലും ഒക്കെ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. എന്നാലും റൂറൽ ഏരിയകളിൽ ഇനിയും അത് കുറെ സ്ഥലത്ത് ഇടാനും ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ അത് പൊളിച്ചെടുക്കണുണ്ട്. പക്ഷേ രാഹുൽ ബ്രോ പറയൂ. ട്രെയിനിന്റെ വൃത്തിയും ട്രെയിനിനെ കുറിച്ച് വെച്ച് നമ്മൾ നോക്കുമ്പോ ഇന്ത്യൻ റോഡ്സ് വേ ബെറ്റർ ആണ് ട്രെയിനിനെ വെച്ച് നോക്കുമ്പോ. എന്താണ് രാഹുൽ ബ്രോന്റെ അഭിപ്രായത്തിനെ അത് കുറിച്ച്? നമ്മൾ നമ്മുടെ ഒരു വാഹനത്തിലല്ലേ പോകും. നമ്മുടെ എനിക്കും നല്ല അഭിപ്രായമാണ്. അതെ. പിന്നെ ട്രെയിനിൽ പോകുന്ന ട്രെയിനിലത്തെ സേഫ്റ്റി എന്ന് പറയുന്നത് റെയില് പാളം തെറ്റ് അങ്ങനത്തെ സേഫ്റ്റി അല്ല. ബാക്കി ഒരാള് വന്ന് അങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും നമ്മൾ റോഡിൽ പോകുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതാണ് നമുക്കൊരു പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോഴും ഇങ്ങനത്തെ ട്രെയിനിൽ അനുഭവിക്കണ മാതിരത്തെ ഒരു സീന് നമുക്ക് അനുഭവപ്പെടേണ്ട ആവശ്യമില്ല. അതേപോലെ ഇപ്പോ ഈ ട്രെയിനും നമ്മൾ കുറെ ആക്സിഡൻസ് ഒക്കെ കാണലുണ്ട്. ട്രെയിൻ പാളം തെറ്റി മറിയും, ട്രെയിൻ കൂട്ടിടിക്കുകയും അങ്ങനത്തെ കുറെ സംഭവങ്ങളും. അങ്ങനെയാണെങ്കിൽ എത്ര ആക്സിഡന്റ് നമ്മുടെ റോട്ടിൽ അത് പക്ഷേ റെയറാണ്. ആക്സിഡന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ പിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ തള്ളിയിടുക അങ്ങനത്തെ സംഭവം ട്രെയിനിലാണെങ്കിൽ അത്രയുള്ളത് കൊണ്ട് ആരും അറിയില്ല. ഇപ്പൊ ഒരു ബസ്സിലൊക്കെ ആണെങ്കിൽ എന്തായാലും ആളറിയും. ഇപ്പൊ ആരും അറിഞ്ഞില്ല എന്നെങ്കിലും ബാക്കിലോ ഫ്രണ്ടിലോ പോണ വണ്ടികളോ ആ പരിസരത്തുള്ളവരോ റോഡിലുണ്ടെങ്കിൽ അതെന്തായാലും അറിയും. ട്രെയിനിലാണെങ്കിൽ ഏതൊക്കെയോ കാട്ടുകൂടി പുഴ കൂടെ ഒക്കെ പോണല്ലേ. അതുകൊണ്ട് കറക്റ്റ് ട്രെയിനിൽ പോകുമ്പോഴും ഡേഞ്ചറാണ്, റോഡ് കൂടെ പോകുമ്പോഴും ഡേഞ്ചറാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഡേഞ്ചർ എന്ന് പറയാൻ കമ്പാരിറ്റീവ്ലി സേഫ്. കമ്പാരിറ്റീവ്ലി ട്രെയിനാണ് സേഫ്. ഇപ്പോ നമ്മളൊരു സുഹൃത്ത് ഇവിടുന്ന് ഡൽഹിക്ക് പോയിരുന്നു. ഫ്ലൈറ്റിലാണ് പോയത്. അതല്ല, വേറൊരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്ക. അപ്പൊ ഇവൻ ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ കടന്നിങ്ങനെ പെടയ ഈ ട്രെയിനിന്റെ പാളത്തിൽ കൊണ്ടിട്ട്. ഈ സ്ത്രീന്റെ മാല മോഷ്ടാരോ തള്ളിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ട്രെയിൻ ഭയങ്കര ഡേഞ്ചറസ് അല്ലേ? എത്രങ്ങാനും ആൾക്കാരാണ് അങ്ങനെ മാല മോഷ്ടിക്കണത്. അതിന് ട്രെയിൻ ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഇത് ട്രെയിൻ ഓടിക്കണ ആളുടെ പ്രശ്നമല്ല, അല്ല ട്രെയിന് പോണതിന്റെയും പ്രശ്നമല്ല. അവരൊന്നും ആളുകൾ ഇതിലൊക്കെ നമ്മള് ഇൻക്ലൂഡ് ചെയ്യുന്ന സേഫ്റ്റി പറഞ്ഞ സംഭവമല്ലേ രാഹുൽ ബ്രോ? സേഫ്റ്റി എൻഷുർ അല്ലല്ലോ അത്. അവര് പേഴ്സണൽ ആയിട്ട് പ്രശ്നത്തിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെ പ്രശ്നമല്ല. ഞാൻ ട്രെയിനിൽ പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്. എനിക്കിത് രണ്ടും പറ്റിയിട്ടില്ല. ഈ സേഫ് ആയിട്ട് ട്രെയിനിൽ പോണ ഒത്തിരി ആൾക്കാരുണ്ട്, സേഫ് ആയിട്ട് ബസ്സിൽ പോകുന്ന ആൾക്കാരുണ്ട്. ബസ് ഇടിക്കണതും ട്രെയിൻ പാളത്തിൽ വീഴുന്നതും ഒക്കെ ഒരേപോലെ നമുക്ക് നോക്കാം. അല്ലാതെ ബസ് മാല പൊട്ടിച്ചിട്ട് തള്ളിയിടാന്നുള്ളത് മാല പൊട്ടിച്ചിട്ട് തള്ളിയിടുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല രാഹുൽ ബ്രോ. റെയിൽവേന്റെ ട്രാക്കിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് ഭയങ്കര കുറവാണ്. റെയർ പറഞ്ഞാൽ അത് റെയർ ആണ്. പക്ഷെ ബസ്സിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഒന്ന് പറയട്ടെ ബസ്സിലുണ്ടാവുന്ന ആക്സിഡൻസും ഈ ട്രെയിനിൽ ഇങ്ങനെ ആൾക്കാർ ഉന്തി വെക്കുന്ന ആക്സിഡൻസും ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഞാൻ ഒന്ന് പറയട്ടെ, വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതിൽ രണ്ടിലും പോകുമ്പോ എന്താണ് സേഫ്റ്റി നമുക്കുള്ളത്? ഇപ്പൊ നമുക്കിപ്പോ ട്രെയിനിൽ പോകുമ്പോ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മൾ ട്രെയിനിൽ പോകുമ്പോ സേഫ്റ്റി ഇല്ല. ഇങ്ങനെ ആളുകൾ ആരെങ്കിലും ഇങ്ങനെ വരുമോ നമുക്കൊരു പേടിണ്ടാവും. ബസ്സിൽ പോകുമ്പോ ഈ ബസ് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോ എന്തുണ്ടാവുന്ന ഒരു പേടി നമുക്കും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് നല്ലതെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് ബസ്സിൽ പോകുമ്പോ ബസ് എന്ന് ഇടിക്കുന്നുള്ള ഇന്റൻഷനിലല്ല പോണത്. ഈ ട്രെയിനില് എന്നും ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ കേറണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? ബസ് ഇടിക്കുന്നൊക്കെ പറഞ്ഞത് ബസ്സുകാരൻ വേണം വെച്ച് കൊണ്ട് ഇടിക്കൊന്നുമില്ല. ഈ മാല മോഷ്ടിക്കാൻ വരണം, വേണം വെച്ച് മോഷ്ടിക്കാനായിട്ട് വരണവനാണ്. അതൊന്നും നമുക്കിപ്പോ അതിൽ ഏത് സേഫ് എന്നതിൽ നോക്കി പറയാനൊന്നും പറ്റില്ല. രണ്ടും സേഫ് അല്ല ഞാൻ ഉദ്ദേശിച്ചു വരുന്നത്.
രണ്ട് സേഫ് അല്ലാന്ന് പറയാനും ട്രെയിനാണ് പറ്റില്ല. സേഫ്. ഈ ഇടിക്കൊന്നുമില്ല, അങ്ങനെ ടെൻഷൻ ഇല്ലാതെ പോവാണെച്ചാ ട്രെയിനാണ് സേഫ്. നമുക്ക് നമ്മളെ സെൽഫായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെച്ചാൽ ട്രെയിനാണ് ബെസ്റ്റ്. പക്ഷെ ട്രെയിനിൽ നമുക്ക് ഈ സംഭവങ്ങള് ട്രെയിനിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു സ്കോഡിനൊക്കെ വെച്ചിട്ട്. അതേപോലെ ബസ്സിൽ നമുക്ക് മാല മോഷ്ടിക്കാൻ പോണവനെ എങ്ങനെയാണ് ആദ്യം തന്നെ തിരിച്ചറിയാൻ പറ്റുക? അങ്ങനെയല്ല, ഒരു സ്കോഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഈ ഡോറിന്റെ അടുത്ത് എന്തെങ്കിലും പോയിരിക്കോ? സ്ക്വാഡ് എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലല്ലേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം? അല്ലല്ല, ട്രെയിനിന്റെ ഉള്ളില് ഓരോ ബോഗിയിലും ഒരു ബൗൺസർ വെച്ചിട്ട് വേണം. നല്ലൊരു ഐഡിയ. ഓരോ ബോഗിയിലും ഇപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഹൈ മാർഷൽസ് ഉണ്ടാവും ആ ഫ്ലൈറ്റിന്റെ സെക്യൂരിറ്റിക്കായിട്ട്. അതുപോലെ നമുക്ക് ട്രെയിനിലും ഉള്ളത് നല്ലതാണ്. അത് ഞാനും ഉദ്ദേശിച്ചു. ഇപ്പൊ നമുക്ക് ബസ്സിൽ നമുക്ക് വേറെ സംഭവം പറഞ്ഞാൽ നമുക്കൊരു സ്പീഡ് ലിമിറ്റ്, ബസ്സിലൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. എന്നാലും ആൾക്കാർ ആ സ്പീഡ് ലിമിറ്റ് പോയാൽ എന്തായാലും അത്യാവശ്യം വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവും. 80 km/h ഒന്നും ബസ്സിൽ സ്പീഡ് ലിമിറ്റ് അല്ലേ? അത് 60 ഹൈവേയില് അല്ല, ബസ്സില് സ്പീഡ് ലിമിറ്റ് അവർ ലോക്കാക്കി വെക്കാൻ പറ്റും. ഇല്ല, ഹൈവേയില് ഒരു ലിമിറ്റ്, സാധാ റോഡിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ടൗണിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലാത്ത സ്കൂളിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ സ്കൂൾ ബസ്സിലൊക്കെ 60ന്റെ മുകളിൽ കേറാൻ പറ്റില്ല. സ്കൂൾ ബസ്സില് 60 ലോക്കാണ്. അങ്ങനെ പ്രൈവറ്റ് ബസ്സുകളിൽ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്? ഇല്ല, പ്രൈവറ്റ് ബസ്സുകളിലില്ലേ? എങ്ങനെ പോയാലും ഒരു സാധാ പോലെ 70. അപ്പൊ ഞാനതൊരു 60 ലോക്ക് ചെയ്യായിരിക്കും നല്ലതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പക്ഷെ 60 ലോക്ക് ചെയ്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എത്താനുള്ള സമയമൊക്കെ വൈകും. ടൈമിങ് വളരെ ബുദ്ധിമുട്ടാവും. നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തണത് എത്ര സമയത്തിന്റെ ഉള്ളിൽ എത്തണം എന്നുള്ളതും കൂടെ വേണ്ടേ? ഇപ്പൊ ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ ഇപ്പൊ ചെറുപ്പശ്ശേരിന്ന് പെരിന്തൽമണ്ണക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ബസ് ഉണ്ട്. അപ്പൊ ഈ ടൈമിംഗ് ഒന്ന് കൂട്ടുക. ഒരു ബസ് എത്തി ഇപ്പൊ 40 മിനിറ്റിൽ ഒരു ബസ് എത്തണം, ഒരു 45 മിനിറ്റ് ആക്കുക. അങ്ങനെ ആകുമ്പോ ഇപ്പൊ എല്ലാരും വിചാരിക്കും ആളുകൾക്ക് ലേറ്റ് ആവൂലേ. അപ്പൊ ആൾക്കാർ കുറച്ചൊരു നേരത്തെ ഇറങ്ങാൻ തുടങ്ങണം. ഇത് ഇത്രയും കാലം ഇവരിങ്ങനെ ഈ സ്പീഡിൽ ഓടിയിട്ടും ചിലപ്പോൾ ഒരു അപകടത്തിന് ഒരാൾക്ക് പറ്റില്ല. ഇത്രയും കാലം ഈ സ്പീഡിൽ ഓടിയിട്ട് അതൊക്കെ അന്നത്തെ അയാളുടെ ഭാഗ്യം ഇല്ലായ്മ കൊണ്ടോ ആയിരിക്കാം. അല്ലാതെ ആൾക്ക് താല്പര്യം വണ്ടി ഇടിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ട് ഇടിക്കില്ല. അത് മാത്രല്ല, ചിലപ്പോ ഓപ്പോസിറ്റ് വന്ന വണ്ടിയുടെ പ്രശ്നം ഉണ്ടാവും. മൈക്ക് കുറച്ചൊന്ന് വിട്ടു വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഓപ്പോസിറ്റ് അപ്പൊ അതല്ല രാഹുൽ ബ്രോ പറയുന്നേ. ഇപ്പൊ നമ്മള് ഒരു ഇല വന്ന് മുള്ളു വീണാലും വന്നാൽ വീണാലും കേട് ഇലക്കല്ലേ? അതെ. അപ്പൊ ഈ ബസ് പോയിട്ട് ആരെങ്കിലും ഇടിച്ചാലും, ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ഒരു കാർ വന്നിട്ട് ബസ്സിനെ ഇടിച്ചാലും കേട് കാറിനല്ലേ? ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണ് ഇടിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. അത് അവര് സൂക്ഷിക്കണം. അത്യാവശ്യം മാന്യമായിട്ട് സ്പീഡിൽ പോകുമ്പോ ഒരാൾക്കും ഒരു സ്ഥലത്ത് വൈകി എത്തണമെന്ന് താല്പര്യപ്പെടണമെന്നും ഉണ്ടാവില്ല. എല്ലാരും എത്ര നേരത്തെ എത്തണം എന്ന് നോക്കിയിട്ട് തന്നെ എല്ലാരും പോവുള്ളൂ. അതന്നെ. അപ്പൊ അവര് അതിനനുസരിച്ചുള്ള മുന്നത്തെ ബസ്സിൽ കയറണം എന്നാണ് ഞാൻ പറയാ. അല്ലാതെ അവർക്ക് ഇവര് ഇത്ര ധൃതിയിൽ ഇറങ്ങും. അങ്ങനെയല്ല ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പൊ ഒരു ബസ്സിൽ കയറിയ ഡ്രൈവറടുത്ത് പറയല സ്പീഡ് പോണം എന്ന് പറയല്ല ചെയ്യാം. നമുക്കിപ്പോ അവര് ഡ്രൈവർമാരിപ്പോ അടുത്തടുത്ത് വണ്ടികളുണ്ടാകുമ്പോ പതുക്കെ പോയിട്ട് ഒരു നല്ല റോഡ് കിട്ടുമ്പോഴാണ് ഒന്നും ജസ്റ്റ് സ്പീഡ് പോവുള്ളൂ അല്ലേ? ഇപ്പൊ അങ്ങനല്ല അവര് പോവാ. അപ്പൊ അവർക്കിപ്പോ ഇവരെ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് വൈകിയെന്ന് വിചാരിച്ചാൽ ഇവര് ആ 10 സെക്കൻഡ് പറപ്പിച്ച് കൊടുത്ത് ആ 10 സെക്കൻഡ് പിടിക്കാൻ നോക്കും. അങ്ങനെയാണ് മിക്ക ആക്സിഡൻസും ഉണ്ടാവണേ. അല്ലാതെ ഇവര് ഈ സാധാരണ ഒരു റൂട്ടിലും പോകുമ്പോ ആ ഒരു ഇത് വരൂല. കാരണം അവർക്ക് അവരുടെ ടൈം പക്കയായിരിക്കും. പക്ഷേ അവർക്ക് ഒരു 5 മിനിറ്റ് വൈകിയ ഒരു ബ്ലോക്ക് എന്തെങ്കിലും പെട്ട് 5 മിനിറ്റ് വൈകിയ അവർ പറപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് മിക്ക ആക്സിഡൻസും ഉണ്ടാവണേ. അത് മാത്രമല്ല, പിന്നെ ഡ്രൈവറുടെ ചില അശ്രദ്ധയും അല്ലെങ്കിൽ വേറെ മറ്റു വണ്ടികൾ വരുമ്പോഴും മിസ്കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴൊക്കെ ബ്രേക്ക് ഇല്ല. ഇതൊന്നും ഈ സമയത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നെറ്റിലും ബോട്ടിൽ ഓടുന്ന സാധനല്ലേ? ഇതൊക്കെ എപ്പോഴാണെങ്കിലും അതിന്റെ അതൊക്കെ
ഭയങ്കര ലെക്കൊക്കെ, അതൊക്കെ ലെക്കിന് വിടുന്ന സംഭവം. പക്ഷെ ഈ സമയത്ത് വൈകിട്ട് ആക്സിഡന്റ് ഉണ്ടാവുന്ന പറഞ്ഞാൽ അവർ ഈ സമയം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്പീഡ് പറപ്പിച്ചു വിടുന്നത്. ഇവർക്കൊരു സമയം വൈകില്ലെങ്കിൽ ഇവർ മെല്ലെ തന്നെ പോവുള്ളൂ. ഞാൻ ഒരു ബസ്സും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല സമയം സമയം കുറഞ്ഞു, സമയം അധികമാണ്, ഇത്തിരി നേരത്തെ ഇവിടെ എത്തിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. സമയം അധികം ആവുമ്പോഴാണ് അവര് സമയം കുറഞ്ഞു വരുമ്പോഴാണ് അവർ അങ്ങനെ പറപ്പിക്കുന്നത്, ആ സമയം കിട്ടാൻ വേണ്ടിട്ട്. അമൻ ബ്രോ ഏതെങ്കിലും ബസ് പോകുമ്പോ ആക്സിഡന്റ് കണ്ടിട്ടുണ്ടോ? ബസ് ഇടിച്ചാൽ കണ്ടിട്ടുണ്ടോ? ആ ബസ് ഇടിച്ചാൽ ഞാൻ കണ്ടുകൂടും. ബ്രോ പോയ ബസ് ഇടിച്ചാൽ കണ്ടിട്ടുണ്ടോ? ആ ബസ് പിറ്റേ ദിവസം അല്ല ഇടിച്ചത് കണ്ടോ? ഇടിച്ചത് അതിലും വെറുതെ ഒരയിലും തട്ടലൊന്നല്ല, ഇടിച്ചതും കണ്ടുകൂടും. ആ ബസ് പിറ്റേ ദിവസം മുമ്പ് ഇടിച്ചോ? ഇല്ല, അതന്നെ അവര് അതിന് മുന്നത്തെ ദിവസം മുമ്പ് ഇടിച്ചേനോ? അതന്നെ രാഹുൽ ബ്രോ, ഞാൻ അതന്നെ പറയണേ, ഈ ടൈമിന് വേണ്ടി ഓടുമ്പോഴാണ് ഈ ആക്സിഡൻസ് ഉണ്ടാവണേ. അതൊക്കെ ഒരു ഭാഗ്യക്കേടിന്റെ ഒരു ഭാഗ്യക്കേടിനല്ല, അത് ഇപ്പൊ ഉണ്ണി നേരത്തെ പറയില്ലേ കാഴ, ഇവർക്ക് ടൈം കിട്ടണം എന്നുള്ള കാഴ, അല്ലെങ്കിൽ ഒരു 40 രൂപ കൊടുക്കണം എന്നുള്ളതിന്റെ കാഴ, അതുകൊണ്ടാണ് ആക്സിഡൻസ് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു. ഈ ടൈം ഒഴുകിട്ട് ഇങ്ങനെ സ്പീഡ് പോണത് കൂടുതലും ഈ അടുത്ത പിന്നിൽ വരുന്ന വണ്ടിയുടെ അവരുടെ പ്രഷറും അവരിപ്പോ പിന്നിൽ ഈ ബസ് മുന്നിൽ ഈ മറ്റേ ബസ്സിന്റെ ടൈം ആയിരിക്കും, ആ ടൈമിൽ ഈ ബസ് പോകണമെങ്കിൽ അവർക്ക് കടി കയറും, അപ്പോഴേക്കും അവർ തെറി പിടിക്കാൻ തുടങ്ങും. ആ ബസ് കൂടി അപ്പൊ പിന്നിലുള്ള ബസ് മുന്നിലെങ്ങാനും എത്തിന്ന് കണ്ടു വെച്ചാൽ ഇതായിരിക്കില്ല ഒരു പോക്ക്, ഇതിലും കൂടുതലായിരിക്കും. അതന്നെ പറയണേ, ഒരു ബസ് സ്പീഡില് ഇപ്പൊ അതല്ലേ രാഹുൽ ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു ബസ് ഇപ്പൊ 40 മിനിറ്റിന് ഇപ്പൊ പറഞ്ഞ പെരുന്തമണക്ക് 40 മിനിറ്റിലെ ബസ് ഓടിയെത്തുന്നുണ്ടെങ്കിൽ അതൊരു 45 മിനിറ്റ് ആക്കിയിട്ടൊന്ന് ലെങ്ത് കൂട്ടുക. അങ്ങനെ കൂട്ടിയപ്പോ ആർക്കും ഒരു പ്രശ്നമല്ല, വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമല്ല, പോണ ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല, അവിടെ എത്തുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല, പൈസക്ക് ഒരു പ്രശ്നമല്ല, ഒന്നിനൊരു പ്രശ്നമല്ല. അതിനെ കുറിച്ച് എന്താണ് രാഹുലിന്റെ അഭിപ്രായം? എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. എനിക്ക് അത്ര നല്ല അഭിപ്രായമല്ല, കാരണം സമയത്ത് എത്തണം കറക്റ്റ്. അതെ എത്ര വേഗം എത്താൻ പറ്റും അത്ര വേഗം തന്നെ എത്തണം. പെരിന്തൽമണ്ണയിൽ ചെർപ്പശ്ശേരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 17 കിലോമീറ്റർ. എത്ര മിനിറ്റിൽ എത്ര? 40 മിനിറ്റില്. 40 മിനിറ്റ് എന്ന് പറയുമ്പോ എത്ര ഹവർ? 17 അത് ചെയ്യാം. അപ്പൊ ആവറേജ് സ്പീഡ് എത്ര വരുന്നത്? അതൊക്കെ അത്രയും കുറവ് തന്നെയല്ലേ, അത്ര അധികം അല്ലല്ലോ. വലിയ ഇതില്ല, അതന്നെ സ്പീഡ്, ആ ടൈം അതല്ല ഉണ്ണി ബ്രോ ഞാൻ പറഞ്ഞ ആ ടൈം കുറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു 5 മിനിറ്റ് ബ്ലോക്കിൽ പെടുമ്പോ ഒരു പറപ്പിക്കലുണ്ട്, അതാണ് ഡേഞ്ചർ. അല്ലാതെ ഞാൻ ഇപ്പൊ ഒരു ബസ് ഇപ്പൊ പറഞ്ഞ് ഇങ്ങനെ പോണതിനെ ബസ് ഞാൻ പറയുന്നില്ല, അവർക്ക് ആ ടൈം വഴുകുമ്പോഴുള്ള ഡേഞ്ചറാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് എത്തിക്കണം, അവർക്ക് കുറെ പ്രഷർ ഉണ്ട്. ഇവിടെ ഒരു 60 രൂപ കൊടുക്കണം, ആ 60 രൂപ കൊടുക്കുന്നതിന് ഓണറിന്റെ നിന്നുള്ള പ്രഷർ ഉണ്ട്, ബാക്കിലത്തെ വണ്ടി ഫ്രണ്ടിക്ക് വന്നിട്ട് ആളെടുക്കുമോ എന്നുള്ള പ്രഷർ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടി കൂടുമ്പോഴാണ് ഇവർ ഈ സ്പീഡ് പോയിട്ട് ഇവർ കൺട്രോൾ ഇട്ടായിരിക്കണേ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ അതും സമയം കൂട്ടലും തമ്മിൽ ഒരു ബന്ധമില്ല അതന്നെ, എനിക്ക് തോന്നുന്നില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയാ അവർക്ക് അത്രയും ധൃതിയിൽ പോകേണ്ട ആവശ്യമല്ല. അങ്ങനെയല്ല, 40 മിനിറ്റ് പോണ വണ്ടി 40 മിനിറ്റിൽ അവിടെ എത്തണം എന്ന് വിചാരിക്കുന്ന വണ്ടി 45 മിനിറ്റിലായി കഴിഞ്ഞാലും 45 മിനിറ്റിൽ അവിടെ എത്തണം, അല്ലെങ്കിൽ 50 മിനിറ്റ് ആക്കിയാലും 50 മിനിറ്റിൽ അവിടെ എത്തണം എന്നുള്ള കാര്യം അവർക്ക് 17 കിലോമീറ്റർ 40 മിനിറ്റ് കൊണ്ട് പോവാണെങ്കിൽ ആവറേജ് സ്പീഡ് 25 കിലോമീറ്റർ. അത് ഓരോ 45 മിനിറ്റിൽ പോവാണെങ്കിൽ 22 കിലോമീറ്റർ. ഓരോ സ്റ്റോപ്പിൽ നിർത്തണ്ടേ? സ്റ്റോപ്പിൽ നിർത്തണ്ടല്ല, ആവറേജ് സ്പീഡ് എങ്ങനെ നോക്കണേ? കിലോമീറ്ററും എത്ര സമയം എടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ. ആവറേജ് സ്പീഡാണ് ഇത്, അല്ലാണ്ട് മറ്റേ ഏറ്റവും ടോപ്പ് സ്പീഡ് ഒന്നും അല്ല. അതല്ല പറയണേ, ആവറേജ് സ്പീഡ് 22 ആണെങ്കിലും ഈ സ്റ്റോപ്പിൽ നിർത്തുമ്പോ അത് മാറും. ഇപ്പൊ ഒരു സ്റ്റോപ്പില് കുറെ സമയം ആൾക്കാര് കയറാൻ വേണ്ടിട്ട് കുറെ സമയം എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അവര് അത് അതിനനുസരിച്ച് മാനേജ് ചെയ്യണം, അതിന് സ്പീഡ് കൂട്ടേണ്ടി വരും. 5 മിനിറ്റ് മാനേജ് ചെയ്തിട്ട് 5 മിനിറ്റ് ഓക്കെ കൂട്ടിട്ട് അവിടെ ഒരു ബ്ലോക്ക് 2-3 ബ്ലോക്ക് ഉണ്ടായ പിന്നെ അവിടെ ടൈം വൈകും. അതെ, അതാണ്. പറയട്ടെ എല്ലാ ദിവസവും
ഇങ്ങനെ 5 മിനിറ്റ് ഡിലേ എന്ന് പറഞ്ഞിട്ട് പറപ്പിച്ചു വിടില്ല. ചില ടൈമിൽ കറക്റ്റ് എത്തും. ചിലപ്പോൾ നീ ദിവസത്തെ ബസ്സായിരിക്കും, നീ പോയ അന്നായിരിക്കും ചിലപ്പോൾ ബസ് സ്പീഡ് കൂട്ടുക. അത് കരുതി എല്ലാം ടൈം 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി ഫ്രണ്ടിക്കും ആക്കാല്ല ചെയ്യാം. പക്ഷെ വേറെ ഈ ടൈം വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഡ്രൈവറെ നമ്മൾക്കൊരു ഡ്രൈവറായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതിനാണ് അതല്ല ഈ ടൈം കൂട്ടുന്ന വേറെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ 45 മിനിറ്റിലെ പറഞ്ഞിട്ട് പിന്നെ പിന്നെയും എഴയാൻ തുടങ്ങും, മെല്ലെ ഇങ്ങനെ പോവാൻ തുടങ്ങും. പിന്നെ ഇപ്പൊ പെരിന്തൽമണ്ണക്ക് എത്താണെന്ന് കരുതിക്കോ. പെരിന്തൽമണ്ണയിൽ ചിലപ്പോ ചെർപ്പളശ്ശേരിക്ക് ബസ് ഉണ്ടാവും, കോഴിക്കോട്ടേക്ക് ബസ് ഉണ്ടാവും, പാലക്കാട്ടേക്ക് ബസ് ഉണ്ടാവും, മഞ്ചേരിക്കൊക്കെ ബസ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഈ 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവരുടെ ടൈം തെറ്റിക്കഴിഞ്ഞാൽ അവര് പോകും. ഈ കുറെ ഉള്ളവർ ജോലി ചെയ്യണവരൊക്കെ ആണെച്ചാൽ ഈ ടൈമിലാണ് അവർക്ക് എത്തുക. കൂടുതലും ഈ ബസ് അങ്ങനെ പോവുക രാവിലെയും വൈകുന്നേരമാണ്. രാവിലെ വൈകുന്നേരം സമയത്താണ് ഈ ജോലി ചെയ്യണവരൊക്കെ കണക്ഷനായിട്ട് മഞ്ചേരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ. അവർക്ക് ഈ ഒരു കോർഡിനേഷൻ ആവും. അത് ഈ അവർക്ക് ഒരു കണക്ഷനാണ്. ആ ടൈമിൽ അവർക്ക് അവിടെ എത്തിക്കണം. അതിന് ചിലപ്പോ അവർക്ക് എന്തേലും ഒരു ആളവിടെ പിന്നെ ഓരോ ബസ്സിനും ഓരോ റൂട്ടിലും ഇത്ര ടൈം എന്നുള്ളത് ഉണ്ടാവും. ഇത്ര മണിക്ക് ഈ ബസ് അവിടെയാണ് എത്തണ്ടേ, അങ്ങനത്തെ സംഭവം. അതിൽ ഒഴുകി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒഴുകാൻ പാടില്ല. പിന്നെ ബസ്സിൽ ആൾക്കാരെ കേറ്റണേനൊരു കുറെ ഈ സ്റ്റുഡൻസിന് ഇതിനൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു ആൾക്കാരെ കേറ്റണേന് ഒരു പരിധി ഉണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരു ബസ്സില് ആളുകളൊക്കെ തൂങ്ങിട്ടിരിക്കും പോവാ. അതൊക്കെ എങ്ങനെ അതൊക്കെ വല്ല മെട്രോ ട്രെയിൻ അങ്ങനെ വെച്ചാൽ ഓക്കെ കൂട്ടാം. ഇപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് ആൾക്കാർ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്, തിരക്ക് കൂടുതലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ സ്റ്റുഡൻസിന് അവർക്ക് 5 രൂപ സീറ്റ് കൊടുത്തിട്ട് തൂങ്ങി പിടിച്ചിട്ടൊക്കെ ബസ് പോകുന്നത് കുഴപ്പമൊന്നും. സ്റ്റുഡൻസിന് 5 രൂപ കൊടുക്കണേലും കുഴപ്പമുണ്ട് രാഹുൽ ബ്രോ, കുഴപ്പമില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആരും തൂങ്ങി പിടിച്ചിട്ട് ഒരാളെ നിലത്തേക്ക് വീണ ഒരു ജീവൻ പോയി അവിടെ. അതിന് നല്ല രീതിയിൽ കുഴപ്പമുണ്ട്. എവിടെയാണ് ഇപ്പോ സീറ്റിൽ നിന്നിട്ട് ജീവൻ പോയ ആരെങ്കിലും ഉണ്ടോ? എത്ര ആൾക്കാർ ബസ്സിൽ നിന്ന് ജീവൻ പോയതല്ല, ബസ്സിൽ നിന്ന് വീണിട്ട് പരിക്ക് പറ്റി തൂങ്ങി പിടിച്ച് പോയിട്ട്. അത് പക്ഷെ നമുക്ക് അങ്ങനെ ഡോർ തുറന്ന് ബസ്സുകാരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം പറഞ്ഞ ബസ്സുകാർ കയറ്റിയില്ലെങ്കിൽ പറയും നിങ്ങൾ എന്താ അവിടെ കയറ്റാതെ പോയെന്ന്. ബസ്സുകാർ ഇങ്ങനെ കുത്തി നടിച്ച് പറയും, എന്തിനങ്ങനെ കുത്തി നടിച്ച് പറയണം. അത് പക്ഷെ ചില സ്ഥലങ്ങളില് ആ സ്കൂളിലേക്ക് എത്താനായിട്ട് അതേ ബസ് ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ബസ് ഉണ്ടാവുള്ളൂ. അതിലൊക്കെയാണ് ഈ തിരക്ക് കൂടുന്നത്. അതിലാണ് ഈ തിരക്ക് കൂടുന്നത്. ഇവിടുന്ന് തെങ്കര, കണ്ടമംഗല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ 1/2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ടുള്ള ബസ്സുള്ളൂ. അങ്ങനത്തെ ബസ്സിലൊക്കെ തൂങ്ങി പിടിച്ചിട്ട് പോകാം. അത് എന്നാലും ഡോർ ഉണ്ടെങ്കിലും ഡോർ അടയ്ക്കാതെ ഡോർ തുറന്നിട്ട് പോകാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ബസ്സുകളൊക്കെ ഇതേമാതിരി സ്പീഡിൽ പോവില്ല. അവർക്കറിയാം ഒന്നാമതൊരു സൈഡ് ചെരിഞ്ഞിട്ടാവും പോവാ. പക്ഷെ ഞാൻ പറയട്ടെ, ആ ബസ് പോകണ്ടല്ലോ. പക്ഷെ എത്ര ആൾക്കാർ ഈ ആളെ തൂക്കിട്ട് ഇങ്ങനെ സ്പീഡിൽ പോയി. ഞാനൊക്കെ ഒരു കാല് മാത്രം ലാസ്റ്റ് സ്റ്റെപ്പിൽ വെച്ച് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ ഞാനും പോയി. ഞാനൊക്കെ ഇന്റെയൊക്കെ തലൊക്കെ അഭിലാഷം തിന്ന മാതിരി പോകും. അതെ, എന്റെ ഒരു കൈ ബസ്സിൽ എവിടെ ഒരു കമ്പിയുമേ, ഒരു കൈ കണ്ടക്ടറുടെ തോളത്ത്, ഒരു കാല് സ്റ്റെപ്പുമ്പില്, ഒരു കാല് എയറില്. പക്ഷെ ഞാൻ പുറത്തുനിന്ന് നോക്കി നോക്കി നമ്മള് വേറെ ആൾ അങ്ങനെ പോകുമ്പോ നമുക്ക് ബസ് ഒരു ഭാഗത്ത് ചെരിഞ്ഞിങ്ങനെ പോണ മാതിരി നമുക്ക് തോന്നും. നല്ലോണം തോന്നും. അത് വളരെ ശരിയാണ്. KSRTC ബസ്സുകൾ പ്രത്യേകിച്ചും തോന്നും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതൊക്കെ ഒന്ന് മാറ്റണം. അതിനൊക്കെ കുറച്ച് നിയമങ്ങൾ വെക്കണം എന്നാണ് ഞാൻ പറയാ, മെയിനായിട്ട്. അതേപോലെ ഇന്ത്യൻ റെയിൽവേയിലും കുറെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. പിന്നെ ഇപ്പോൾ മഴയുള്ളപ്പോഴാണ് ഇതിന്റെ തിരക്ക്. പക്ഷെ പിന്നെ 3:30 വിട്ട ക്ലാസ് 4:30 5:30 ആൾക്കാർ കയറുമ്പോഴും ഇത് പ്രശ്നമാണ്. അതേപോലെ കുറെ നിയമങ്ങൾ വരാനുണ്ട്. ഈ ട്രെയിനിലാണെങ്കിലും റോഡിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ അത് ആരും പാലിക്കുന്നില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുന്നില്ല. ചെയ്യാനുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ കുറെ നമുക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടുള്ളത് പറഞ്ഞുകൊണ്ട് കൊച്ചിയിൽ ട്രാം വരുന്നു എന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അതിനെ പറ്റിട്ട് എന്താണ്? അത് പക്ഷെ അത് വരാൻ ഇനിയും ഇപ്പൊ പറഞ്ഞ ഒരു 30 വർഷം കഴിഞ്ഞിരിക്കും. 5-6 വർഷമൊക്കെ എടുക്കും. 3 പറഞ്ഞു, 30 പറഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ വരുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കൊച്ചിയിലുള്ള റോഡിന് സ്പേസും ഇതൊക്കെ ഇപ്പൊ കൊച്ചിയിലെ ട്രാഫിക്
ഇപ്പൊ തന്നെ ട്രാഫിക് അത്ര നല്ല റോഡായിട്ട് ട്രാഫിക് ഇതാണ്. അപ്പൊ ഇനി ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം. ഇപ്പൊ അവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പക്കയാണ്. എല്ലാ മെട്രോന് മെട്രോ, റോഡിന് റോഡ്, ട്രെയിന് എല്ലാത്തും കൊണ്ടും അവിടെ ഇപ്പൊ അതിനുള്ള ഒരു ഇതില്ല. പിന്നെ ഈ ട്രാം വന്നു കഴിഞ്ഞാൽ എല്ലാരും എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും കേറൂല. എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും കേറൂല. അത് ഈ മെട്രോനൊക്കെ അണച്ച് നേരെ ഈ കമ്പനികൾക്ക് നേരെ അത് മേലപ്പടി അങ്ങനെ കറക്റ്റ് ഇതായി ഇൻഫോ പാർക്കിൽ അങ്ങനെ ഇതാക്കി പോണ്ട്. പിന്നെ ഇത് എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർ കേറൂല. പിന്നെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ കൂടിന് ആള് കേറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? ട്രാഫിക് കുറയ്ക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ചെയ്യണത്. എല്ലാരും സ്വന്തം വണ്ടിയുള്ളപ്പോ കൂടുതലും ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ണി ബ്രോ മെട്രോ അപ്പൊ അത് ഓൾറെഡി ഉള്ളപ്പോ ഈ ട്രാമിന്റെ ആവശ്യം എന്താ? അത് കൊച്ചിയിൽ തന്നെ ആവശ്യമില്ലല്ലോ. കേരളത്തില് മൊത്തം മെട്രോ ഒക്കെ ആണെച്ചാ നല്ലതായിരുന്നു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി പോസിബിള്. അപ്പൊ നമ്മള് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മള് ഇന്ത്യന്റെ കുറെ മാറ്റങ്ങളെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ഇല്ലയോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. എന്നാൽ രാഹുൽ ബ്രോന്റെ നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് എപ്പിസോഡാണ്. പല തെറ്റുകളും എന്തായാലും സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഇത് ലെങ്തി ആണ്. അത് എന്തായാലും ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോ ഒരു 1 hour എന്തായാലും ഉണ്ടാവും. അപ്പോ മാക്സിമം ഫുള്ള് കേൾക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. അതില് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോ ബാക്കി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ തിരുത്താം. മാക്സിമം എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ എന്താ പറയാ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റിനെ കുറിച്ചിട്ട്? നമ്മള് എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് ഇതാക്കിയിട്ടൊന്നല്ല പറയണത്. നമ്മൾ പറയണതിൽ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, കമന്റായി രേഖപ്പെടുത്തണം. അതെ, രേഖപ്പെടുത്തുക. ഡാവിന് എന്താ പറയാനുള്ളത്? എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് കാര്യവും തുടങ്ങുമ്പോ എല്ലാം വൃത്തിയായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട് കാര്യമില്ല. അങ്ങോട്ട് തുടങ്ങുക, ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് തുടങ്ങണം. അതാണ് നമ്മുടെ ഒരു ഇത്. നമ്മള് പോഡ്കാസ്റ്റ് കുറെ ആയി തുടങ്ങണം എന്ന് കരുതി ഇരിക്കണം. അതാണ് നമ്മൾ തുടങ്ങി. ഇനി നമുക്ക് ഇപ്പൊ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഇനിയുള്ള പോഡ്കാസ്റ്റുകൾ വൃത്തിയായി ചെയ്യാൻ നോക്കുക. അതാണ് നമ്മുടെ വലിയ വിജയം. നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ആക്കി വേണം. അതെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരുന്ന് പോഡ്കാസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. സ്പോട്ടിഫൈയിലും ഉണ്ടാവും, യൂട്യൂബിലും ഉണ്ടാവും. അതില്ല, അതൊന്നും ഇപ്പൊ തന്നെ പറയില്ല. എന്തിലൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഇടാൻ പറ്റുന്നിടത്ത് എല്ലായിടത്തും ഇടും. ഞങ്ങൾക്ക് പറ്റുന്നിടത്ത് എല്ലായിടത്തും ഞങ്ങൾ ഇത് ആഡ് ചെയ്യാൻ ശ്രമിക്കും. പറ്റുകയാണെങ്കിൽ ചാനലൊക്കെ തുടങ്ങാം. ലെവലിലേക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെത്തിക്കുക. പിള്ളേരാണ് ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളിപ്പോ കൊറേ പോഡ്കാസ്റ്റ് നമ്മൾ കണ്ടുകൂടാ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അത്രയും കണ്ട് നമ്മള് ഒരു സെറ്റപ്പിലാണ് നമ്മള് ചിന്തിക്കണം. നമ്മൾ ആ സെറ്റപ്പ് എത്തിയോന്ന് നിങ്ങൾ പറയണം. നമ്മള് ആ സെറ്റപ്പിന് എത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയണം. അതേപോലെ ഓഡിയോന് ചില ഇഷ്യൂസ് ചിലപ്പോ ചില ഭാഗത്ത് അപ്പോൾ ഒരു ഭാഗം നമ്മളെ അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് ഓഫായി പോയിരുന്നു. അപ്പൊ ആ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ട് വരുന്നുണ്ടാവും. അത് നമ്മള് എഡിറ്റില് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ, വിശ്വാസം. നടക്കുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതെ, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പോസ്റ്റുണ്ണി. ഞാൻ നിങ്ങളുടെ സ്വന്തം അമി. We are signing off. Bye. Thank you. Bye.